പൊരുളായ ജീവനെ തരാൻ. മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനുമാണ് ദുഷ്ടൻ നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത്, കുടുംബ ജീവിതത്തിനകത്ത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത്, അപ്പനമ്മ മക്കൾ ബന്ധത്തിനകത്ത്, ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ മോഷ്ടിക്കാൻ, സമാധാനം മോഷ്ടിക്കാൻ, സമ്പത്ത് മോഷ്ടിക്കാൻ, സ്വസ്ഥത മോഷ്ടിക്കാൻ കുടുംബത്തിനകത്ത് പിശാച് കിടക്കുമ്പോൾ എൻ്റെ യേശു എന്നത് അതിനല്ല, പിന്നെയോ സമാധാനം തരാൻ, സന്തോഷം തരാൻ, ജീവൻ തരാൻ, ആശ്വാസം തരാൻ, കിടക്കയിൽ എഴുന്നേൽപ്പിക്കാൻ. ഇന്ന് രാത്രി ഈ ദേശത്തിലും യേശു വന്നിട്ടുണ്ട്. നിന്റെ കിട്ടാത്ത ആ ഒരു അവസ്ഥയുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് വന്നിട്ടുണ്ട്. സ്വത്രം. അടുത്ത വാക്യം കൂടെ വായിച്ചേ. എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകാ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. എങ്ങനെ പുറപ്പെട്ടു? എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. എങ്ങനെ സംഭവിച്ചു? അടുത്ത് ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു നാളും കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി നീ കാണാൻ പോവുക. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. ആകാശഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ. ആകാശം ഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിലായതു മുതലൻ അതികളകന്നു പരാ. ആശ്രയം നിന്നിൽ ആയതു മുതലൻ അതികളകന്നു പരാ. എനിക്കൊത്താശ ഒരു പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കൊത്താശ ഒരു പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. ഹല്ലേലൂയ. സകലത്തിനും അധികാരമുള്ള യേശു കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞപ്പോൾ അതുപോലെ സംഭവിച്ചു. അവിടെ ഒരു കൂട്ടം ജനങ്ങൾ കർത്താവ് യേശു ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട് മഹത്വപ്പെടുത്തി. മറുകൂട്ടം ജനങ്ങൾ കർത്താവിനെ പരിഹസിക്കാൻ തുടങ്ങി. ഈ കർത്താവ് ആര്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാം വചനം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം കൊണ്ടുവന്ന എല്ലാവരും വേദപുസ്തകം തുറന്ന് ഇത് ബൈബിളിലുണ്ടോ എന്ന് നിങ്ങൾ ശോധന ചെയ്യണം. വേദപുസ്തകം തുറക്കണം. എല്ലാവരും ദയവായി ശ്രദ്ധിച്ചിരിക്കണം. ഈ ദേശത്ത് ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് സ്വത്രം ഈ ശബ്ദം ശ്രദ്ധിക്കുക. ഈ ശബ്ദം ശ്രദ്ധിച്ച് ആരാധന കഴിയും മുൻപേ നിങ്ങൾ ഇന്ന് രാത്രി വിടുവിക്കപ്പെടുന്ന രാത്രിയാണ്. ഈ ലോകത്തിന് തരാൻ പറ്റാത്ത, നിങ്ങളുടെ സമ്പത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റാത്ത, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും തരാൻ പറ്റാത്ത ചില വിടുതലുകൾ ഇന്ന് രാത്രി യേശു ചെയ്യാൻ പോകുന്നു. ഈ ലോകത്തിന് ഒരു മനുഷ്യനും നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ യേശു ഇന്ന് ഈ ദേശത്തിന് വേണ്ടി ചെയ്യാൻ പോകുക. കടന്നു വന്ന ജനത്തിന് വേണ്ടി ചെയ്യാൻ പോകുക. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ശ്രോതാവെ താങ്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുക. വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചേ. യേശു അപ്പൻ ആരാ? വായിച്ചേ. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ആരാ? നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വേദപുസ്തകത്തിലുള്ള വചനം ആരാ? വായിക്കുമ്പോ ആരാ വായിച്ചോണ്ടിരിക്കുന്നേ? യേശുവിനെ. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്ന ആരെയാണ്? യേശുവിനെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായി സുവിശേഷം മുതൽ വെളിപ്പാടിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് പൊരുളാകുന്ന യേശുവിനെ വായിക്കാം. യേശു എങ്ങനെ ജീവിച്ചു, യേശു എങ്ങനെ പ്രാർത്ഥിച്ചു, യേശു എങ്ങനെ ഇടപെട്ടു, യേശു കുഷ്ഠരോഗിയോട് എങ്ങനെ ഇടപെട്ടു, പാപികളോട് എങ്ങനെ ഇടപെട്ടു, യേശുവിന്റെ മനസ്സ് എങ്ങനെയുള്ള മനസ്സാണ്, യേശു എങ്ങനെയാണ് നടന്നത്, യേശുവിന്റെ വസ്ത്രധാരണം എങ്ങനെയായിരുന്നു, യേശുവിന്റെ കൂട്ട് എങ്ങനെയായിരുന്നു, യേശുവിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു, യേശുവിന്റെ പ്രസംഗം എങ്ങനെയായിരുന്നു, യേശുവിന്റെ അടുക്കൽ ജനം വരുമ്പോൾ എങ്ങനെയായിരുന്നു. യേശുവിനെ വായിക്കണമെങ്കിൽ പുതിയ നിയമം, പൊരുളായ പുതിയ നിയമം മത്തായി മുതൽ വെളിപ്പാട് വായിക്കുമ്പോൾ യേശു എന്ന പുതിയ നിയമത്തിലെ പൊരുളാകുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. എന്നാൽ ഉൽപ്പത്തി മുതൽ മലാക്കി പ്രവാചക പുസ്തകം വരെ വായിക്കുമ്പോൾ അതിനകത്തുള്ള ഓരോ വാക്യത്തിന്റെ അകത്തും ഓരോ പുസ്തകത്തിന്റെ അകത്തും നമുക്ക് കാണാം യേശു ഇതാ വരാൻ പോകുന്നു, അവൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു, അവൻ ശത്രുവിന്റെ തലയെ തകർക്കാൻ പോകുന്നു. ഓ സ്തോത്രം, ജയഭേരി മുഴക്കി യേശു ക്രിസ്തു ഇതാ പാപം കൂടാതെ ജനിക്കാൻ പോകുന്നു എന്നുള്ള സ്തോത്രം വചനങ്ങൾ പഴയ നിയമത്തിൽ ധ്യാനിക്കുമ്പോൾ പുതിയ നിയമത്തിനകത്ത് മത്തായി മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് പൊരുളാകുന്ന ക്രിസ്തുവിനെ നമുക്ക് വ്യക്തവും സ്പഷ്ടവുമായി അതിനകത്ത് ധ്യാനിക്കാൻ കഴിയും. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. വചനം ആരായിരുന്നു? ദൈവമായിരുന്നു. അപ്പൊ വചനം ദൈവം ആരാ? ഒന്ന്. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ചേ. വചനം ദൈവം ആരാ? ഒന്ന്. നമ്മുടെ കയ്യിലിരിക്കുന്ന വചനം തന്നെയാണ് ദൈവം. ആ ദൈവം തന്നെയാണ് വചനം. ഹല്ലേലൂയ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. വചനം ആരായിരുന്നു? ദൈവമായിരുന്നു. അടുത്ത വരി വായിച്ചേ. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. എല്ലാം ഉളവായത്, ഇന്നീ കാണുന്ന ആകാശവും ഭൂമിയും സകലതും ഉളവായത് യേശുവിന്റെ വചനത്താലാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് സകലതും ഉളവായത് യേശു ക്രിസ്തുവിന്റെ വചനത്താലാണ്? ഈ ആകാശം ഇങ്ങനെ നിൽക്കുന്നത് കർത്താവിന്റെ വാക്കിനാലാണ്. നക്ഷത്രങ്ങൾ, ഗാലക്സി സകലം നിൽക്കുന്നത് എന്റെ കർത്താവിന്റെ വാക്കിനാലാണ്. ഈ കടൽ സ്വത്ര അതിരിട്ട് നിർത്തിയിരിക്കുന്ന ആരാ? എന്റെ സ്വർഗത്തിലെ ദൈവമാണ്. അതിങ്ങോട്ട് കടക്കുന്നില്ല, കണ്ടോ? അതിരി വിട്ട് കടക്കാതെ അതിരിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്വത്ര ദൈവത്തിന് മഹത്വം. ആകാശത്തെ വിരിച്ചിട്ടുണ്ട്. വിരിച്ചിട്ട് ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നത് വരെ നീ ചുരുണ്ട് മാറരുത്, താഴുകയും ചെയ്ത് ഇവിടെ തന്നെ നിന്നോളണം. അന്ന് മുതൽ ഇന്ന് വരെയും ആകാശം അനുസരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. സകലത്തെയും എന്റെ ദൈവം സൃഷ്ടിച്ചു, സകലത്തെയും വിളിച്ചു വരുത്തി. എന്നാൽ മനുഷ്യനെ മാത്രം മണ്ണിലെ പൊടി കൊണ്ട്, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് കർത്താവ് ഒന്ന് ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി മാറ്റി. ദൈവത്തിന് സ്വന്തം ഇന്ന് എല്ലാവരും ആരാധിക്കുന്നുണ്ട്. മൃഗങ്ങൾ ആരാധിക്കുന്നുണ്ട്, പക്ഷികൾ ആരാധിക്കുന്നുണ്ട്, പറവകൾ ആരാധിക്കുന്നുണ്ട്, നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും സകലതും ആരാധിക്കുന്നുണ്ട്. എന്തിനെയാണ് ആരാധിക്കുന്നത്? യേശു ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നത്. എപ്പോഴും ആമേൻ ആരാധന നടക്കുകയാണ്. പക്ഷി മൃഗാദികൾ, സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഇലകൾ വരെ ആരാധിക്കുന്നുണ്ട്. അവ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശം സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സകല ചരാചരങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം. എന്നാൽ മനുഷ്യന് മാത്രം ഇന്ന് ആ സ്തുതി അനേകർക്ക് വരുന്നില്ല. ഒരു കൂട്ടമർക്ക് സ്തുതി വരുന്നെങ്കിലും ഒരു കൂട്ടമർക്ക് സ്തുതിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങൾ ആർത്തില്ലെങ്കിൽ എന്നെ ആർക്കുന്ന കല്ലുകളുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആർക്കണ്ട, പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ വെറുതെ കിടക്കുന്ന കല്ല് എന്നെ ആർത്തോ. ഓ ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ? കല്ല് ആർത്തോണ്ടിരിക്കുക, കല്ല് സ്തുതിച്ചോണ്ടിരിക്കുക, കല്ല് ദൈവത്തിന്റെ സ്വത്രം മഹത്വം കണ്ട്, കല്ല് ദൈവത്തിന്റെ അത്ഭുതം കണ്ട്, ഓ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് കല്ല് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ച ബാക്കി ഒന്നുകൂടെ വായിച്ച്. ഇപ്പൊ വായിക്കും. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം സകലവും എല്ലാം ഉളവായത്, ഇന്നീ കാണുന്ന സകലതും ഉളവായത് എന്റെ യേശു ക്രിസ്തുവിലൂടെയാണ്. നമ്മൾ പ്രസംഗിക്കുന്നത് യേശുവിലൂടെയാണ്, സത്യദൈവത്തിലൂടെയാണ്. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഹല്ലേലൂയ. ഒരേ ഒരു ദൈവം, ഏക സത്യ ദൈവം. ആ ദൈവത്തെ സകല ചരാചരങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നടുവിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു കൂട്ടം മക്കളുണ്ട്. അവർക്ക് ഈ ചരാചരങ്ങൾക്കൊപ്പം സ്തുതിക്കുക മാത്രമല്ല, അവർ യേശുവിന്റെ മക്കളായി ഓ രാജാവാകുന്ന അപ്പനെ രാപകലില്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവിൽ കയറി പോകാൻ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മുടി ലോകത്തിൽ ആമേൻ കർത്താവേ യേശുവേ, വേഗം വരണമേ കാന്താ, അങ്ങ് എപ്പോ വരും എന്ന് കാത്തിരിക്കുന്ന ഒരു കൂട്ടം പേർ ഈ മുടി ലോകത്തിൽ നോക്കുമ്പോൾ എവിടെയാ ഉണ്ട് സഹോദരങ്ങളെ. അവർ ലോകത്തിന്റെ ഇമ്പങ്ങൾ വെടിഞ്ഞ്, ലോകത്തിന്റെ ആഗ്രഹങ്ങളും ദാഹങ്ങളും വെടിഞ്ഞ് യേശുവിനായി ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അപ്പച്ചാ എപ്പോ വരും? ഹല്ലേലൂയ. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ അനേകർക്ക് അനേക കാര്യങ്ങൾ പ്രത്യാശയുള്ളപ്പോൾ സ്വത്രം യേശുവിനെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പേർ അവിടെ ഉണ്ട് മുഴുവൻ ലോകത്തിലും. അവരുടെ ആഗ്രഹം, അവർ ആശ വെച്ച ആഗ്രഹിക്കുന്ന ദാഹിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ, ആ തനിക്ക് വേണ്ടി മരിച്ച കരം നീട്ടിക്കൊടുത്ത യേശുവിന്റെ ആ പൊന്മുഖം എപ്പോ ഒന്ന് കാണാൻ അവർ കാത്ത് ദാഹിച്ചിരിക്കുകയാണ്. ആ ദൈവത്താൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു. ഇന്നീ കാണുന്ന ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും സൂര്യനും എല്ലാം ഒരുമിച്ച് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെ? യേശു മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സകലവും ആരെ നമസ്കരിക്കുന്നു? ദൈവത്തെ. സൃഷ്ടിച്ച ദൈവത്തെ എന്ത് ചെയ്യുന്നു? സൃഷ്ടിച്ച ദൈവമുണ്ട് മുകളിൽ. ഇതിനെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവം മുകളിലുണ്ട്. ദൈവം ആരാ?
സകലവും സൃഷ്ടിച്ചവൻ. സ്തോത്രം. സൃഷ്ടിയാണോ? അല്ല, സൃഷ്ടാവ്. നമ്മുടെ ദൈവം ആരാ? സൃഷ്ടിയല്ല, പിന്നെ സൃഷ്ടാവ്, സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. ആ കർത്താവ് വിളിച്ചാൽ വിളി കേൾക്കോ? സങ്കീർത്തനം 115 വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത്, വായിച്ച് സങ്കീർത്തന പുസ്തകം 115 1 മുതൽ, റോമർക്ക് ലേഖനം 1-ാം അധ്യായം 21 മുതൽ അങ്ങോട്ട് വായിച്ചിട്ട് സങ്കീർത്തനം 115 വായിച്ചേ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദൈവം വിശ്വസ്ത നിമിത്തം നിന്റെ നാമത്തിൽ തന്നെ മഹത്വം വരുത്തണമേ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിനെ? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു. മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. റോമർ വായിച്ചിട്ട് അങ്ങനെ റോമർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 21 മുതൽ വായിച്ചിട്ട്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവൻ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ. 21 മുതൽ വായിച്ചേ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ. ദൈവമെന്ന് ഓർത്ത് നന്ദി പറയുന്നില്ല. സൂര്യൻ നിലവിളിക്കുകയാണ്, യേശുവേ ദൈവമേ. ഭൂമി നിലവിളിക്കുകയാണ്, ദൈവമേ. നക്ഷത്രങ്ങൾ നിലവിളിക്കുകയാണ്, ദൈവമേ. ഇന്നീ കാണുന്ന സകലത് നിലവിളിക്കുകയാണ്, ദൈവമേ. ഹല്ലേലൂയ. സകലത് നിലവിളിക്കുന്ന ആരെയാണ്? ദൈവത്തെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനേക ആൾക്കാർക്ക് ദൈവം ആരെന്നറിയാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. സ്തോത്രം. ഇവിടെ പറയുന്നത് വായിച്ചേ. അവർ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാം. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം മറ്റു പലതിനെയും കർത്താവിനെ അറിയത്തില്ല, പലതിനെയും മഹത്വപ്പെടുത്തുകയാണ്. അടുത്ത വരി. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ. ദൈവം അങ്ങനെയുള്ളതാണ്, ക്ഷയമില്ലാത്തതാണ്. ദൈവം ക്ഷയമില്ലാത്ത സർവ സൃഷ്ടാവാകുന്ന ദൈവത്തെ സൃഷ്ടിയുടെ കൂട്ടത്തിൽ അതിനേക്കാളും തരം താഴ്ത്തി കളഞ്ഞു മനുഷ്യൻ. അറിയത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ 8-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 32-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. 36 പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ. ഹല്ലേലൂയ. അനേകർക്ക് ദൈവം ആരെന്ന് അറിയത്തില്ല. ഓ സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളിൽ പറയുന്ന ഇപ്പൊ വായിച്ചതിന്റെ അടുത്ത ഭാഗം വായിച്ചേ. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ലോകത്തിലുള്ള എല്ലാ ജ്ഞാനവും അവർക്കുണ്ട്. സകല ജ്ഞാനങ്ങളും മനുഷ്യന് ഒരുപാട് ജ്ഞാനമുണ്ട്, എല്ലാം അറിയാം. പക്ഷേ തന്നെ സൃഷ്ടിച്ച ഉരുവാക്കിയ ദൈവത്തെ മാത്രം അറിയാൻ പറ്റുന്നില്ല. അറിയെങ്കിലല്ലേ ദൈവത്തെ വിളിക്കൂ. ഹല്ലേലൂയ. ഒരിക്കൽ ശമരിയ സ്ത്രീ വെള്ളം കോരാനായിട്ട് അവിടെ വന്നു. യേശു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു വെള്ളം ചോദിച്ചു. സഹോദരി വെള്ളം കൊടുത്തില്ല. കുറേ കാര്യങ്ങൾ പറയുമ്പോൾ, നിനക്ക് എങ്ങനെ ഞാൻ വെള്ളം തരാൻ പറ്റും, കാര്യങ്ങളെല്ലാം പറയുമ്പോൾ യേശു പറയുകയാണ്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞെങ്കിൽ നിനക്കറിയത്തില്ല. നീ കുറെ വർഷം കൊണ്ട് പള്ളി പോകുന്നു, നിനക്ക് ദൈവം ആരെന്ന്. നീ ദൈവത്തെ നീ അറിഞ്ഞെങ്കിൽ, നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന, നിന്റെ അടുത്ത് നിൽക്കുന്ന എന്നെ നീ അറിഞ്ഞെങ്കിൽ, കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു. ദൈവം ഇറങ്ങി നിന്റെ അടുത്ത് നിന്നിട്ട് നിന്നെ കാണാനുള്ള കണ്ണ് പറ്റത്തില്ല. കണ്ടോ, ശമരിയ സ്ത്രീക്കും അതുപോലെ അറിയത്തില്ല. പക്ഷേ അവിടെ വച്ച് അവളുടെ കണ്ണങ്ങ് തുറന്നു. യേശുവിനെ അങ്ങ് കണ്ടു. ദൈവത്തിന് സ്തോത്രം. കാണേണ്ട മണ്ണം കണ്ടു. കുടം വലിച്ചെറിഞ്ഞു. അവൾ തിരിച്ചുപോയി. ശമരിയ പട്ടണം മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ മശിഹ എന്ന് വച്ചാൽ യേശുവിനെ കണ്ടു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാൻ. ദൈവം ഉയർത്തിനമ്മേ, ദൈവത്തെ ആരാധിക്കാൻ. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാൻ. ദൈവം ഉയർത്തിനമ്മേ, ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ
ദൈവത്തെ ആരാധിക്കാം സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. എന്റെ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? സത്യത്തിലും ആത്മാവിലും ആരാധിച്ചോണ്ടോ. ഹല്ലേലൂയ. എങ്ങനെ ആരാധിക്കണ്ടേ? സത്യത്തിലും ആത്മാവിലും. ശമരിയ സ്ത്രീക്ക് യേശുവിനെ അറിയത്തില്ലായിരുന്നു. അവൾ പല കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4 അധ്യായം വായിച്ചാൽ മതി. നിങ്ങൾ വീട്ടിൽ പോയിട്ട്, ഇവിടെ നിന്ന് വായിക്കേണ്ട, വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. സഹോദരിയോട് യേശു പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാനവും, കണ്ടോ, നീ ദൈവത്തിന്റെ ദാനവും. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർ ആരാണ്? ദൈവത്തിന്റെ ദാനം. ചങ്കത്ത് കയ്യോ ചാരൊക്കെ പറയും, ഞാൻ എൻ്റെ ദൈവത്തിന്റെ ദാനം ഒന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ ദൈവത്തിന്റെ ദാനം പറഞ്ഞേ. ചങ്കത്ത് കൈ വെച്ച് പറഞ്ഞേ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ ദാനമാണ്. ജീസസ്. നമ്മൾ ദൈവത്തിന്റെ ദാനവും. കർത്താവ് പറയുന്നു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. നിനക്കറിയത്തില്ല. എനക്ക് അറിഞ്ഞുകൂടാത്തതിന്റെ മുമ്പിൽ ചെന്നൊന്ന് ചെയ്തുകൊണ്ടിരിക്കുക പലതും. പക്ഷെ അത് കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല, നടന്ന് നിന്റെ അടുക്കൽ വരുന്നുമില്ല. നീ വിളിക്കുന്നുണ്ട്, പക്ഷെ ഒരു അനക്കവും ഇല്ല. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശു കരയുന്നവരുടെ കണ്ണിൽ തുടയ്ക്കും. ആമേൻ. ഞാൻ പ്രസംഗിക്കുന്ന യേശു അർദ്ധരാത്രിയും പട്ടാപ്പകലും ഒരുപോലെ മുറിക്കകത്ത് ഇറങ്ങി വരും. ഞാൻ പ്രസംഗിക്കുന്ന യേശു നമ്മൾ കിടന്നുറങ്ങുമ്പോൾ രാത്രി സങ്കീർത്തനം 121 ഉറങ്ങയില്ല, മയങ്ങയില്ല. ഞാൻ പറയാം, ഞാൻ പ്രസംഗിക്കുന്ന യേശു, ഞാൻ അപ്പാന്ന് വിളിച്ചാൽ എന്താ മക്കളെ പറ എന്ന് സംസാരിക്കുന്ന ഒരപ്പനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ അനേകർക്ക് അറിയത്തില്ല ഈ ദൈവം ആരെന്ന്. ഹല്ലേലൂയ. വായിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്നു, വായിച്ചേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവൻ ക്ഷയമുള്ള മനുഷ്യനെ പോലെ ഉണ്ടാക്കിയിട്ട് ദൈവമേ എന്ന് വിളിക്കുന്നു. അത് കേൾക്കുന്നുമില്ല. സ്തോത്രം. അത് കേൾക്കുന്നു, ഇടിച്ചു വിളിക്കുന്നുണ്ട്, എല്ലാം കൊണ്ട് ഫ്രണ്ടിൽ വെച്ചെടുത്തിട്ട് പക്ഷെ അത് കേൾക്കുന്നില്ല. കാരണം എന്തില്ല? നമ്മളെ പോലെയുള്ള ഒരാള് ചെയ്തു വെച്ചാൽ അത് കേൾക്കാൻ എങ്ങനെ ഇരിക്കും? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് കേൾക്കുന്നില്ല. ആമേ. നമ്മുടെ പാട്ടുകാരനാകുന്ന ഫേമസ് പാട്ടുകാരൻ പാടിയില്ലേ, കണ്ണു തുറക്കാത്ത, കരയാൻ അറിയാത്ത, ചിരിക്കാൻ അറിയാത്ത കളിമൺ. ആ ഗായകൻ തന്നെ ശക്തമായിട്ട് എല്ലാവർക്കും പാടിക്കേൾപ്പിച്ചിനെ അപ്പുറത്ത് പാടുന്ന എന്തിനാ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് കണ്ണുണ്ട്, പക്ഷെ എന്ത് ചെയ്യത്തില്ല. അതിനേക്കാളും ശ്രേഷ്ഠരാണ് ആര്? മനുഷ്യൻ. കണ്ണുണ്ടൂടെ, നടന്നു പോകാനുള്ള കാലുണ്ട്, മറ്റേ കൊണ്ട് തൂക്കി എടുത്തോണ്ട് പോകണം അല്ലേ? ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ ആരും തൂക്കി എടുത്തോണ്ട് പോകണ്ട, നമ്മെ മുഴുവനും തൂക്കിക്കൊണ്ടു പോകാം. ആമേ. തൂക്കിയെടുത്ത് തോളത്തിരുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അവർക്കറിയത്തില്ല ആരെ ആരാധിക്കണം, ആരെ സ്തുതിക്കണം, ആര് ദൈവം, എന്താണ് ദൈവം അറിയത്തില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, പക്ഷെ ദൈവം ആരെന്ന് അറിയത്തില്ല. ശമരിയ സ്ത്രീയോട് പറയുമ്പോൾ ശമരിയ സ്ത്രീ പലതും പറയുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുന്നു, ആ മലയിലുമല്ല യെരൂശലേമിലുമല്ല സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. അവൾ കോടാവ് വലിച്ചെറിഞ്ഞു, അപ്പൻ്റെ അടുക്കൽ നിന്നു അപ്പനെ കണ്ടുമുട്ടി. യേശു പറഞ്ഞു, ഓ നിന്റെ മുൻപിൽ നിൽക്കുന്ന ഞാൻ തന്നെ മസിക. അവൾ പറഞ്ഞു, മസിക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഞാൻ കണ്ടുമുട്ടി. കുടം വലിച്ചെറിഞ്ഞു, പട്ടണത്തിൽ പോയി. ശമരിയ പട്ടണം മുഴുവൻ ഇളകി. അവിടെ വന്നപ്പോൾ ആരെ കണ്ടു? യേശുവിനെ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാണേണ്ടവനെ കാണേണ്ടവനെ നീ കണ്ടാൽ ഹല്ലേലൂയ, അത്ഭുതങ്ങൾ നടക്കും, അതിശയങ്ങൾ നടക്കും, ദൈവപ്രവർത്തികളെ വെളിപ്പെടും. ഇന്ന് അനേകർക്ക് യേശു ആരെന്ന് അറിയത്തില്ല, സത്യദൈവം ഏതാണെന്നറിയത്തില്ല, ദൈവം ആരാണെന്ന് അറിയത്തില്ല. നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, ഏക സത്യ ദൈവം. ഹല്ലേലൂയ. മഹാദൈവം, മനസ്സലിവിന്റെ ദൈവം, എല്ലാവർക്കും വേണ്ടി ഒരേ ഒരു ദൈവം. സ്തോത്രം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ഒറ്റ മനുഷ്യർ പിതാവിന്റെ അടുക്കൽ പോകില്ല. അപ്പോസ്തല പ്രവൃത്തി 4:12. മറ്റൊരുവൻ രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം
യേശു എന്ന നാമം. ഒറ്റ നാമേ ഉള്ളൂ, യേശു എന്ന നാമം. ആ യേശുവിന്റെ നാമത്തിന്റെ മുൻപിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. യേശു മാത്രം കർത്താവെന്ന് ഏറ്റു പറയും. ഹല്ലേലൂയ. ആ യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. എന്നാൽ യേശുവിനെ അറിയത്തില്ല, സത്യദൈവം ആരെന്ന് അറിയത്തില്ല. തപ്പി നടക്കുകയാണ്, കണ്ണു തുറന്നിട്ടില്ല. ശമര്യക്കാരി സ്ത്രീയെ പോലെ അനേകർ തപ്പി നടക്കുകയാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം ഓർത്ത് മഹത്തീകരിക്കുക, നന്ദി കാണിക്കുക ചെയ്യാതെ സ്വന്തം നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. തങ്ങൾ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢന്മാരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സുള്ള പ്രതിമയെ വായിച്ചേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സുള്ള തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി. ചിലർ മനുഷ്യനെ പോലെ ഉണ്ടാക്കി, ചില പക്ഷികളെ പോലെ ഉണ്ടാക്കി, അടുത്ത് നാൽക്കാലിയെ പോലെ ഉണ്ടാക്കി, അടുത്ത് ഇഴജാതിയെ പോലെ ഉണ്ടാക്കി, അടുത്ത് എന്നിവിടെ രൂപസാദൃശ്യമായി മാറ്റി അതുപോലത്തെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു. ഇതാണ് സങ്കീർത്തനം 115 പറയുന്നു. 1 മുതൽ വായിച്ച ടക്കരെ 3 മുതൽ വായിച്ച് 3 4 വാക്യം മുതൽ വായിച്ച് സങ്കീർത്തനം 115 4 മുതൽ. എല്ലാവരും വേദപുസ്തകം തുറന്നേ. സങ്കീർത്തനം 115 4 മുതൽ ടക്കരെ. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. കണ്ടോ, വായുണ്ട് പക്ഷെ എന്തില്ല. അപ്പം വിളിച്ച് അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് വായുണ്ട്, സംസാരിക്കാനുള്ള കഴിവും. മറ്റേതിനോ കഴിവും ഇല്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതിനേക്കാൾ ശ്രേഷ്ഠല്ലേ പോയവര്? ആണല്ലേ? അടുത്തവര് വായിച്ചേ. അവർക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല. ചെവിയുണ്ട്, നമ്മൾ പറയുന്നത്. പിന്നെ അതെങ്ങനെ ദൈവമാവും? മനുഷ്യന്റെ ശക്തി പോലും അതിനില്ല, പിന്നെ എങ്ങനെ ദൈവമാവും? അടുത്തവർ. മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. മൂക്കുണ്ടെങ്കിലും നമുക്ക് മണക്കാൻ പറ്റൂലേ? പക്ഷെ അത് മൂക്കുണ്ടെങ്കിലും, പക്ഷെ അതിന് ചെന്ന് വിളിച്ചപ്പോഴേക്കും അത് എന്തും ചെയ്യാൻ, അതിനെ തന്നെ തോളിലിട്ട് കൊണ്ടുപോയി വയ്ക്കണം. പിന്നെ അതെങ്ങനെ രക്ഷിക്കും നമ്മളെ? സ്വന്തം അതിനെ രക്ഷിക്കാനുള്ള കഴിവ് അതിന്. മഴ വന്നാൽ നനയാതിരിക്കാനുള്ള കഴിവ് പോലെ അതിന്. മറ്റൊരാൾ എന്ന് നനയ്ക്കാതെ വെക്കണം. നമ്മളാണെങ്കിൽ നീങ്ങിയെങ്കിലും നിന്ന് മഴയാണ്. അപ്പൊ ചിന്തിച്ചു നോക്കിയേ, അതെങ്ങനെ അപ്പം ദൈവമാകും? അടുത്ത വരി വായിച്ചേ. അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. അടുത്ത കാലുണ്ടെങ്കിൽ നടക്കുന്നില്ല. തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. തൊണ്ട കൊണ്ട് പറഞ്ഞ് നമ്മൾ പറയുന്നതിന്റെ മറുപടി ഇങ്ങോട്ട് വരുന്നില്ല, ഒന്നും കിട്ടൂല. സംസാരിക്കുന്നില്ല. അടുത്ത് അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. കേട്ടോ, അതിന്റെ മുമ്പിൽ ചെന്ന് വണങ്ങുന്ന ഏവരും ആരെ പോലെയാണ്? അതുപോലെ തന്നെ. കണ്ടോ, ഇതിന്റെ പാപം നോക്കിക്കോണം. അപ്പൊ ദൈവം കരയൂല്ലേ? നമ്മൾ കർത്താവിനെ വിളിക്കണം. നമ്മുടെ കർത്താവ് ആരാ? എടുത്തോണ്ട് പോണോ? എടുത്തോണ്ട് പോണോ? പിന്നെ സകല ചരാചരങ്ങളെ ഒരുമിച്ച് ഉള്ളം കയ്യിൽ താങ്ങി നിർത്തുന്ന ആളെ ഞാൻ പ്രസംഗിക്കുന്നത്. നമ്മൾ അതിനെ താങ്ങണ്ട. പിന്നെയോ നമ്മളെ മുഴു ലോകത്തെ ഒരുമിച്ച് പൊക്കിയെടുക്കാൻ കഴിവുള്ള, കടലിലെ വെള്ളത്തെ മുഴുവനും പൊക്കി കയ്യിൽ ഉള്ളം കയ്യിൽ വഹിക്കാൻ കഴിവുള്ള എന്റെ ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പറയട്ടെ, എന്റെ ദൈവം സകല മനുഷ്യരെ ചുമക്കും. നമ്മൾ ചുമക്കുന്നതല്ല ദൈവം, നമ്മളെ ചുമക്കുന്നതാണ് ദൈവം. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ എടുക്കുന്നതല്ല ദൈവം, നമ്മളെ എടുക്കുന്നതാണ് ദൈവം. നമ്മുടെ കണ്ണുനീരൊപ്പുന്നതാണ് ദൈവം. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ കുറിച്ച് പറയട്ടെ സഹോദരങ്ങളെ. യേശുവിന് മുഴു ലോകത്തിലും ഒരുപോലെ ഒരുമിച്ച് ഇറങ്ങി നിൽക്കാനുള്ള കഴിവുണ്ട്. ആമേൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിന്റെ ഗുണം പറയട്ടെ. ഹല്ലേലൂയ. കർത്താവിന് സമയമില്ല, കർത്താവിന് സ്പേസ് ഇല്ല, കർത്താവിന് ഹല്ലേലൂയ മാറ്റർ ഇല്ല. എന്നാൽ ഇതിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് ഹല്ലേലൂയ ഇത് മൂന്നുമില്ല, ഇതിന് മൂന്നിനും വെളിയിലാണ്. അർത്ഥത്തിൽ എൻ്റെ യേശു എനിക്കാണെങ്കിൽ ഹല്ലേലൂയ സ്ഥലപരിധി ഉണ്ട്, സമയമുണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ സമയത്ത് ശാലിനി സിസ്റ്ററെ, നിങ്ങൾ ഇവിടെ പാങ്കോട്ട് കൊണ്ടത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ദുബായിലും പ്രസംഗിക്കുന്നത് എന്നെ കൊണ്ട് പറ്റുമോ? പറ്റുമോ? അതാണ് ടൈം. പക്ഷെ യേശുവിന് പറ്റും. അതല്ലേ പറഞ്ഞേ? ദുബായിലും മസ്കറ്റിലും ലണ്ടനിലും പിന്നെ കേരളത്തിലും പാങ്കോട്ട് കൊണത്തും ഒരുമിച്ച് മുഴു ലോകത്തിലും നിർത്തിയ എല്ലാ സ്ഥലത്തും ഒരേ സമയം പ്രസംഗിക്കാൻ, ഒരേ സമയത്ത് ഇറങ്ങാൻ, എല്ലാ വീട്ടിനകത്തും ഒരേ സമയത്ത് ഇറങ്ങാൻ, എല്ലാവരെയും ഒരുപോലെ എപ്പോഴും കാണാൻ. എനിക്ക് ഒരാളിനെ മാത്രമേ നന്നായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാവരെയും കൂടെ എൻ്റെ 2 കണ്ണിൽ കാണാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ നോക്കിയാലേ. പിന്നെ ഒരാളിനെ മാത്രം പതിപ്പിച്ചാൽ അവരുടെ മുഖം എനിക്ക് തെളിഞ്ഞ് കാണും. എന്നാൽ എല്ലാവരും കൂടെ നോക്കി ഇങ്ങനെ ഞാൻ കറങ്ങി, പക്ഷെ എൻ്റെ യേശു ഇങ്ങനെ നിന്നാൽ ഭൂമിയുടെ 5 വൻകരകളിലും പാർക്കുന്ന സകല ജനത്തെയും, അവരുടെ മുഖം മാത്രമല്ല, അവരുടെ അഹവും അവരുടെ ആവശ്യവും അവരുടെ ഭവനവും അവരുടെ അവസ്ഥകളും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരാളിനെയാണ് ദൈവം എന്ന് പറയുന്നത്.
ദൈവം ആര്? ഹല്ലേലൂയ. ദൈവ സർവജ്ഞാനിയാണ്. അർത്ഥം എന്താ? സ്വത്രം. കർത്താവിന് എല്ലാ ലാംഗ്വേജും അറിയാം. ഒരു ഭാഷ പോലും യേശുവിന് അറിഞ്ഞിടാത്തത് ഇല്ല. പക്ഷേ നേരത്തെ വായിച്ചതിന് വല്ല ഏതെങ്കിലും ഭാഷ തിരിച്ച് പറയുന്നുണ്ടോ? ഇല്ല. അത് വാട ചോദിച്ചിരിക്കുകയല്ലേ, പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ദൈവം ആരാ? സംസാരിക്കുന്നവനാണ്. മുഴു ലോകം നിറഞ്ഞു നിൽക്കുന്നവനാണ്. സകല ജനത്തെ പൊക്കിയെടുക്കാൻ കഴിവുള്ളവനാണ്. രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ ഇരിക്കുന്നവനാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി കേട്ടെ, ഈ ലോകത്തിലുള്ള മറ്റൊന്നിനും നമ്മളെ മുറിക്കകത്ത് കയറി വരാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവിൽ വീട്ടിനകത്ത് ഇറങ്ങി റൂം തുറന്നു കൊടുക്കണ്ട. പിന്നെ എങ്ങനെ വരും? എന്റെ ദൈവം റൂമിൽ തുറന്നു കൊടുക്കാതെ അതിനകത്തിറങ്ങാനുള്ള ശക്തിയുണ്ട്. അതാണ് ദൈവം എന്ന് പറഞ്ഞാൽ. ദൈവത്തിന് വെള്ളത്തിന്റെ പുറത്ത് നടക്കാനുള്ള ശക്തിയുണ്ട്. ദൈവത്തിന് ഒരേ സമയം മുഴുവൻ പേരെ കാണാനുള്ള ശക്തിയുണ്ട്. എല്ലാ ലാംഗ്വേജും എന്റെ ദൈവത്തിന് അറിയാം. എല്ലാവരെയും ഒരുമിച്ച് പൊക്കാനുള്ള കഴിവുണ്ട്. സകല ഭാഷകളും യേശുവിനെ അറിയാം. സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സകല നാമത്തിന് മേലായ നാമമുള്ളവനാണ്. രാജാക്കന്മാരുടെ കൂട്ടത്തിലുള്ള രാജാവല്ല, അവൻ രാജാക്കന്മാരുടെ മേലധികാരി, രാജാവാണ്. കർത്താക്കന്മാരിൽ നിന്ന് നടക്കുന്ന കൂട്ടത്തിലുള്ള ഒരു കർത്താവല്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവാണ്. സകലത്തിന്റെ ഉടമസ്ഥൻ, സൃഷ്ടാവാകുന്ന ദൈവം. അതത്രേ നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പാടിയത്, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഏകസത്യ ദൈവമുണ്ട്, ഏകരക്ഷിതാവുമുണ്ട്, ഏകസത്യവേദമുണ്ട്, ഏകരക്ഷാമാർഗമുണ്ട്. ഏകസത്യ ദൈവമുണ്ട്, ഏകരക്ഷാമാർഗമുണ്ട്, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. കണ്ടകല്ലു മരങ്ങളും കൊണ്ടുപല രൂപം തീർത്തു കൊണ്ടുവച്ചെടുത്തിരിക്കും, തുണ്ടമല്ല സത്യ ദൈവം കൊണ്ടുവച്ചെടുത്തിരിക്കും, തുണ്ടമല്ല സത്യ ദൈവം. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ഇസ്രായേലേ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിക്കുക. മതി എന്റെ കർത്താവിനെ ആശ്രയിക്കുക. കർത്താവ് സകലവും ചെയ്യാൻ ശക്തനാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത സഹോദര, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ വായിച്ചേ. സകലവും അവൻ മുഖാന്തരം ഉളവായി. ആരുളവാക്കിയതാണ്? ഞാൻ പ്രസംഗിക്കുന്ന യേശു ഉളവാക്കിയതാണ്. അവൻ മുഖാന്തരം ഉളവാക്കി. അടുത്ത വരി, ഉളവായതൊന്നും ഈ കാണുന്നതൊന്നും അവനെ കൂടാതെ ഉളവായത്. യേശുവിനെ കൂടാതെ ഉള്ളതൊന്നും ഈ ലോകത്തിലില്ല. അപ്പൊ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാ? സത്യ ഏക ദൈവം. എങ്ങനെ? സത്യ ഏക ദൈവം. തീത്തോസിൽ പറയുന്നത് മഹാദൈവം. തീത്തോസ് 2 പറയുന്നത് മഹാദൈവം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സത്യ ഏക ദൈവം. ആ ദൈവം സകലരെയും വിടിവിക്കുവാൻ സർവശക്തനാണ്. അടുത്ത വാക്യം വായിച്ച യോഹന്നാൻ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യേശുവിൽ എന്തുണ്ട്? ജീവൻ ഉണ്ടായിരുന്നു. അടുത്ത, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കാൻ പറ്റില്ല. കണ്ടോ? ദൈവം തന്നെയാണ് വചനം. വചനം തന്നെയാണ് ദൈവം. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, എല്ലാവരും എടുക്കണം വേദപുസ്തകം. എബ്രായർ 4:12 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, വചനം എന്നതോ ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലുള്ള ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. എന്റെ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ, വചനത്തിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമേ ഇല്ല. സ്നേഹിത, നീ എവിടെ ഇരിക്കുമ്പോഴും നിന്റെ അകത്തുള്ള രഹസ്യങ്ങൾ വരെ ഇതാ സ്വത്രം പുറത്ത് ദൈവം ആമേൻ നിരത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ദേശനിവാസികളെ, എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് മറഞ്ഞിരിക്കാൻ
നാട്ടുകാരുടെ മുൻപിൽ പക്ഷെ രഹസ്യമായിരിക്കാം, വീട്ടുകാരുടെ മുമ്പിൽ ഇത് രഹസ്യമായിരിക്കാം. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ മുൻപിൽ താങ്കൾ ഒരു പരസ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിനെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അടുത്ത വരി ഇവിടെ അവനുമായിട്ടായി ആ ദൈവമായിട്ട കാര്യം. ഇരമ്യാവിന്റെ പുസ്തകം 23-ാമത്തെ 29-ാം വാക്യം വായിക്കുമ്പോൾ വചനം എന്തെന്ന് പറയുന്നു? വചനം നേരത്തെ പറഞ്ഞു, ജീവനും ചൈതന്യമുള്ളതും ഇരുവായിട്ടുള്ള ഏതൊരു വാളിനെക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെ സന്ധി മജ്ഞകളെയും വരെ വേർപിടിവിക്കും വരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്ന ദൈവത്തിന്റെ വചനം. അതിനു മുമ്പ് പറഞ്ഞു വചനം ദൈവമാണ്, വചനമാണ് ദൈവം, ദൈവമാണ് വചനം. ഹല്ലേലൂയ. എന്നാൽ വീണ്ടും പറയുന്നു, ഇരമ്യ 23-29 പറയുന്നു, വചനം തീയും വായിച്ചേ. വചനം എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയും അത്രേ. ഹല്ലേലൂയ. പാറയെ തകർക്കുന്ന ഒരു ചുറ്റികയാകുന്ന വചനം ഇന്ന് രാത്രി ദേശത്തിൽ ഇറങ്ങി ചിലതിനെ പൊട്ടിച്ച് തരിപ്പണമാക്കി കർത്താവിന്റെ കൈക്കിണങ്ങിയ പാത്രമാക്കുക. സ്വർഗം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. സ്നേഹിത, യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ ഇന്ന് സ്നേഹിക്കുന്നതിന്റെ മദ്യം നിന്നെ നരകത്തിൽ എത്തിക്കുമ്പോൾ, മദ്യം നിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ, മദ്യം നിന്റെ കുടുംബത്തെ നശിപ്പിക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുന്ന യേശു മദ്യപാനിയും സ്നേഹിക്കുന്നുണ്ട്. ഓ, ലോക തോൽവിയെയും സ്നേഹിക്കുന്നുണ്ട്. ഏത് പാപിയെയും സ്നേഹിക്കുന്ന ഒരുവനെയാണ് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ആ യേശു നിന്നെയും സ്നേഹിക്കുന്നു. നിന്റെ വിഷയങ്ങൾ എത്ര വലുതായാലും, ആ വിഷയങ്ങൾ മറഞ്ഞിരുന്നാലും, ആരോടും പറയാത്ത വിഷയമായാലും, നിന്റെ സകല വിഷയങ്ങളും അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. എന്റെ കർത്താവിന്റെ മുമ്പിൽ നീ തുറന്ന പുസ്തകമത്രേ. നിന്റെ കുടുംബത്തിനകത്ത് ആരോടും നീ പറയാത്ത രഹസ്യങ്ങൾ പോലും യേശു കർത്താവിന്റെ മുൻപിൽ തുറന്ന ഒരു പുസ്തകമത്രേ. ആ യേശു ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ യേശു കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഏത് അവസ്ഥകളെയും ഇന്ന് രാത്രി വിടുവിക്കുന്ന യേശു ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. വചനം തീ പോലെയാണ്, പാറയെ തകർക്കുന്ന ഒരു ചുറ്റികയാണ്. ഇന്ന് രാത്രി പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന വചനം കുടുംബ തലങ്ങൾക്കകത്ത് ഇറങ്ങിച്ചെന്ന് കുടുംബത്തിന്റെ സമാധാനത്തെ കെടുത്തുന്ന ചില ഇരുട്ടിന്റെ മേഖലകളെ തച്ചുടയ്ക്കുവാൻ ഈ വചനം ഇന്ന് സഞ്ചരിക്കുന്നുണ്ട്. നിന്റെ വീട്ടിനകത്ത് ഇറങ്ങുന്ന വചനം നിന്റെ തലമുറകളുടെ മേൽ ഇറങ്ങും, നിന്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ മേൽ ഇറങ്ങും. ശത്രു അടച്ച വഴികളെ നിനക്കായി ദൈവം തുറക്കും. സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട്, ആശ്വാസം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, മാനസിക പിരിമുറുക്കത്തിൽ കഴിയുന്ന പൈതലെ നിന്നെ ഈ വചനം ഇന്ന് ഇറങ്ങി തൊടും. ഇന്ന് രാത്രി യേശു സംസാരിക്കുന്നു. യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. നിന്റെ കണ്ണുനീർ ഒപ്പാൻ, നിന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം തരാൻ, നിന്റെ ജീവിതത്തിനകത്ത് ആർക്കും കൈകൊണ്ടെടുക്കാൻ പറ്റാത്ത ഒരു കൊടും ഭാവിയാണ് താങ്കളെങ്കിൽ പോലും താങ്കളെ സ്നേഹിച്ച് മാറോട് ചേർക്കുന്ന ഒരു യേശു വന്നിട്ടുണ്ട്. ഏത് ലോക ഭാവിയെയും ചേർത്ത് പിടിച്ച് മക്കളെ നീ എന്റെ സ്വന്തമാണെന്ന് പറയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. വീട്ടുകാർ ഉപേക്ഷിക്കുന്ന, നാട്ടുകാർ ഉപേക്ഷിക്കുന്ന, ബന്ധുക്കൾ വ്യാസ്തി എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന ഏത് ലോക തോൽവിയും, മോനെ നീ എന്റെ മകനാ, മോളെ നീ എന്റെ മകനാ, ആർക്കും നിന്നെ വേണ്ടെങ്കിലും, വീട്ടുകാർക്ക് നിന്നെ വേണ്ടെങ്കിലും, എനിക്ക് നിന്നെ വേണമെന്ന് ചേർത്ത് പിടിക്കുന്ന ഒരാളിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതത്ര യേശു ക്രിസ്തു. ആ കർത്താവിന്റെ വചനം അത് തീ പോലെയാണ്, പാറയെ തകർക്കുന്ന ഒരു ചുറ്റിക പോലെയാണ്. ആ വചനം ഇന്ന് രാത്രി ഈ ദേശത്ത് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യം വായിക്കുമ്പോൾ ആ ദൈവം ആര്, ആ യേശു ആര്? വായിച്ചേ 4-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യം വായിച്ചേ. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ. യേശു കാറ്റിനെ ശാസിച്ചപ്പോൾ അടങ്ങി, കടലിനെ ശാസിച്ചപ്പോൾ അടങ്ങി, കാറ്റടങ്ങി, കടലടങ്ങി. ജനം മുഴുവൻ ആശ്ചര്യപ്പെട്ടു, വിളിച്ചു ചോദിച്ചു, കാറ്റിതാ ഈ യേശു പറയുന്ന കേട്ടനുസരിക്കുന്നു. ഈ കാറ്റനുസരിക്കാൻ, കടലനുസരിക്കാൻ, തിരമാല അനുസരിക്കാൻ ഇവൻ ആരാണപ്പാ? ഇവൻ ആര്? അതിശയത്തിന്റെ ദൈവം ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. കാറ്റനുസരിച്ചെങ്കിൽ, കടലനുസരിച്ചെങ്കിൽ ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, കാറ്റിന് ഭയമുണ്ട് ദൈവത്തെ, കടലിന് ഭയമുണ്ട് ദൈവത്തെ. നിനക്ക് ദൈവത്തെ ഭയമുണ്ടോ? ഇന്ന് രാത്രി ആ യേശു ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ആ യേശു ആര്? കാറ്റും കടലും കൂടെ അനുസരിക്കുന്നുവല്ലോ. അടുത്ത വരി അവൻ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. ഒന്നുകൂടെ 4:41 ഒന്നുകൂടെ. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ,
പറഞ്ഞുവല്ലോ, ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഇവൻ ആരെന്ന് തമ്മിൽ പറയുകയാണ്. ഇവൻ ആരാണ്? കാറ്റനുസരിക്കുന്നല്ലോ. ഇവൻ ആരാണ്? ഇവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. വെളിപ്പാട് 3:7 പറയുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വചനത്തിൽ പറയുന്നു, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായവൻ ഇന്ന് രാത്രി 7 മുദ്രകളും പൊട്ടിപ്പാൻ അധികാരമുള്ള യേശു ഇതിന് ദേശത്ത് വന്നിട്ടുണ്ട്. വായിച്ചേ 3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിച്ചേ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും. എന്റെ ദൈവമാരാ? വിശുദ്ധൻ. എന്റെ ദൈവമാരാ? പാപമില്ലാത്തവൻ. വിശുദ്ധനും അടുത്ത സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ പണം തുറക്കുക. എന്റെ ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. എന്റെ ദൈവം ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ആരും തുറക്കാതെ അടക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത് മതി. അതേ കർത്താവാണ്, വിശുദ്ധനാണ്, സത്യവാനാണ്. ആ യേശുവിന്റെ ജനനം ഒരു അത്ഭുതം, ആ യേശുവിന്റെ ജീവിതം ഒരു അത്ഭുതം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 30-ാം വചനം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു, ഇവൻ ആരാ? ഞാൻ പ്രസംഗിക്കുന്ന യേശു ആരാ? ആ വീട്ടിനകത്ത് പോയി പാപത്തെ മോചിപ്പിച്ച ഇവൻ ആര്? ഇന്ന് രാത്രി ആ ദൈവത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ദേശനിവാസികളെ, നിന്റെ പാപത്തെ മോചിപ്പിക്കാൻ നിന്റെ പൈസ കൊണ്ട് പാപത്തിന് മോചനം കൊടുക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, ഒരു ബുദ്ധിമുട്ടോ ക്ഷീണമോ വന്നാൽ നമുക്ക് എവിടെ പോകാം? ഹോസ്പിറ്റലിൽ പോകാം, അല്ലേ? ബുദ്ധിമുട്ട് വന്നാൽ ഹോസ്പിറ്റലിൽ പോകാം, രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാം. ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ പറയും സ്വത്രം, ആദ്യം ഒരു കുറച്ച് മരുന്ന് കൊടുക്കും, കഴിച്ചിട്ട് സൗഖ്യമില്ല എങ്കിൽ വീണ്ടും വരാൻ പറയും. വരുമ്പോൾ സ്കാനിങ്ങിന് എഴുതരും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എഴുതരും. അവരെല്ലാം ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് പറയും ഇന്ന അസുഖമാണ്, അതിനുള്ള മരുന്ന് കൊടുക്കണം. അപ്പോൾ അതിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ രോഗി എന്ത് ചെയ്യും? സൗഖ്യമാകും. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിക്ക് കടഭാരം എന്നിരിക്കട്ടെ, ആ വ്യക്തിക്ക് കടഭാരം മാറ്റുവാൻ ഒന്നുകിൽ ലോൺ എടുക്കുമായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ ജോലിയോ നോക്കുമായിരിക്കും, അല്ലേ? അതൊക്കെ തീർക്കാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ആളിൽ ഏത് പ്രശ്നം ഈ ഭൂമിയിൽ ചിലപ്പോൾ തീർക്കാൻ പറ്റും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പാപത്തിന് മോചനം തരാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. രോഗത്തിന് ഒരു പക്ഷേ നമുക്ക് ഡോക്ടറെ അടുത്ത് കണ്ടാൽ സൗഖ്യം കിട്ടും. പിന്നെ കടമാണെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് പോയി അയ്യോ എന്തെങ്കിലും സഹായിക്കണേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാണെങ്കിലും ഇന്ന് നമുക്ക് സ്വത്രം മാധ്യമങ്ങൾ സജീവമായിട്ടുള്ളത് കൊണ്ട് യൂട്യൂബിൽ ഇട്ടാലും സാധുക്കൾ എന്ത് ചെയ്യും? സഹായം കിട്ടും. കുറച്ച് കാര്യങ്ങളെല്ലാം അതിൽ കണ്ടാൽ ആൾക്കാർ എന്ത് ചെയ്യും? അക്കൗണ്ടിൽ പൈസ അങ്ങനെയെങ്കിലും സഹായം കിട്ടും. പക്ഷെ ഈ ലോകത്തിൽ ആർക്കും സൗഖ്യം തരാൻ പറ്റാത്ത ഒരു രോഗമാണ് പാപമെന്ന രോഗം. ഹല്ലേലൂയ. ഈ പാപമെന്ന രോഗത്തെ മാറ്റാൻ ഈ ലോകത്തിൽ ഒരു ഡോക്ടറുമില്ല. നമ്മൾ ഏതെങ്കിലും ഡോക്ടർ എടുത്ത്, ഡോക്ടറെ സാറേ, അപ്പൊ ഡോക്ടർ ചോദിക്കും എന്താ നിന്റെ രോഗം? എന്റെ രോഗം പാപമാണ്, ഒന്ന് മാറ്റാനുള്ള മരുന്ന് എഴുതുമോ? ഏത് ഡോക്ടർ എഴുതും സഹോദരങ്ങളെ? ഇങ്ങനൊരു ഡോക്ടറിനെയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അങ്ങനെ ഒരു ഡോക്ടറേ ഉള്ളൂ. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും പുസ്തകം തുറക്കാൻ യോഗ്യതയുള്ള ഒരുവനേ ഉള്ളൂ. അവൻ പാപമില്ലാത്തവൻ, പാപമില്ലാതെ ജീവിച്ചവൻ, പാപമില്ലാതെ ജനിച്ചവൻ, പാപമില്ലാതെ വളർന്നവൻ, പാപമില്ലാതെ മരിച്ചവൻ. അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഈ ലോകത്തിലെ സകല മനുഷ്യരും പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് യേശുവിനെ കണ്ടുമുട്ടൽ പാപമോചനം കിട്ടും. പക്ഷേ പാപത്തിൽ ജനിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു പാപത്തിലല്ല ജനിച്ചത്. വായിച്ചേ, സ്വത്രം വായിച്ചേ, ഞാൻ പറഞ്ഞ വാക്യം വായിച്ചേ, ലൂക്കോസ് സുവിശേഷം വായിച്ചേ. ദൂതൻ അവളോട് 1-ാം അധ്യായം 30-ാം വചനം മുതൽ ദൂതൻ മറിയയുടെ അടുക്കൽ ഇറങ്ങി വന്നു. അവൾ നിന്ന സ്ഥലത്ത്, അവൾ ആയിരുന്ന സ്ഥലത്ത് ഒരു ദൂതൻ അപ്രതീക്ഷിതമായിട്ട് അവളുടെ അടുക്കൽ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട മറിയയുടെ അടുക്കൽ ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അവളോട് മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച്. ഒരു 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അടുക്കൽ ദൂതൻ വന്നെന്ന് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, കല്യാണം നിശ്ചയമായുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ സഹോദരിയോട് പറയുകയാണ്, ആ മകളോട് പറയുകയാണ്, നീ ഭയപ്പെടണ്ട. അടുത്ത വരി, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇവളിതെല്ലാം കേട്ടു നിൽക്കുമ്പോ അവൾ ചോദിക്കും, കല്യാണം കഴിയാത്ത എനിക്ക് എങ്ങനെ മകനുണ്ടാകും? അപ്പോഴാണ് ദൂതൻ പറയുന്നത് 37:1 പറയുന്നു, വായിച്ചേ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യം. മറിയ, നിനക്ക് അസാധ്യമായിരിക്കും, പക്ഷേ എന്നെ പറഞ്ഞു വിട്ടില്ലേ ദൈവത്തിന് ഇതൊന്നും ഒന്നും അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ. അസാധ്യം ഒന്നും ദൈവത്തിനില്ല, മനുഷ്യനാണ് അസാധ്യമുള്ളത്. പക്ഷെ എന്റെ ദൈവത്തിന് സാധ്യമേ, എല്ലാം സാധ്യമേ,
എന്റെ യേശു എന്റെ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവിന് എല്ലാം ചെയ്യാൻ കഴിയും. അതത്ര ദൈവത്തിന്റെ ഗുണം. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ഏത് ഒന്നുപോലും ചെയ്യാൻ പറ്റില്ല എന്ന് ദൈവം പറയത്തില്ല. എല്ലാം ചെയ്യാൻ കഴിയുന്ന ആളാണ് ആര്? ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അതാണ് ദൈവം, സത്യ ഏക ദൈവം. ഹല്ലേലൂയ. അപ്പൊ ആ കർത്താവിനോട് പറഞ്ഞു, ദൂതനോട് പറഞ്ഞു, മറിയ പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കും? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കും? അസാധ്യം, അസംഭവ്യം എന്നവൾ ഹൃദയത്തിൽ ചിന്തിച്ചു ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും? അപ്പോഴാണ് പറഞ്ഞത്, നിനക്കത് വായിച്ചേ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. തൊട്ട് മുമ്പ് ഒന്നുകൂടെ വായിച്ച, നേരത്തെ വായിച്ചത് താഴോട്ട്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ എന്തോന്ന് പേര് വിളിക്കണം? യേശു. പാപത്തിനല്ല ജനിച്ചത്, ആത്മാവിൽ ജനിച്ച ഒരാളെ ഉള്ളൂ. അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഒരു കന്യകയുടെ അടുക്കൽ ചെന്ന് പരിശുദ്ധാത്മാവ്, സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവായി ചുരുങ്ങി അവളുടെ യൂട്രസിനകത്ത് കയറി ജീവിതം, ജനനം, യേശുവിന്റെ ജനനം. ഞാൻ പ്രസംഗിക്കുന്ന സത്യ ഏക ദൈവത്തിന്റെ ജനനം. ആമേൻ. സ്തോത്രം. അത്ഭുതമായിരുന്നു. ഹല്ലേലൂയ. ദൈവം തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6, 7, 8 അങ്ങോട്ട് വായിക്കുമ്പോൾ, സ്തോത്രം, വായിച്ചേ. 7 മുതൽ അങ്ങോട്ട് വായിച്ചേ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളൂ വിചാരിക്കാതെ വേഷത്തിൽ വായിച്ചേ. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ യേശു ക്രിസ്തുവാണ്. അല്ലെങ്കിൽ ദൈവമാണ്. ആ ചുരുങ്ങി ആത്മാവായി മറിയയുടെ ഉദരത്തിൽ ഉരുവായി. എന്നാൽ സ്വത്രം ഈ മറിയെ ചേർക്കുവാൻ യോസഫിന് ഇഷ്ടമല്ലായിരുന്നു. യോസഫ് നാട് വിടാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ദൂതൻ അയച്ചിട്ട് പറഞ്ഞു, യോസഫിനെ തട്ടി ഉണർത്താൻ. യോസഫിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങിച്ചെന്നു. യോസഫിനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, യോസഫേ, നീ അവളെ ഉപേക്ഷിക്കരുത്. അവളിൽ ഉണ്ടായ കുഞ്ഞ് വേറെ ഒന്നിലൂടെ അല്ല, ഇത് പരിശുദ്ധാത്മാവിലാണ്. ഹല്ലേലൂയ. വേറെ ഒന്നിലൂടെ ഉരുവായതല്ല, ഇത് പരിശുദ്ധാത്മാവിലാണ്. അങ്ങനെ സഹോദരൻ 38-ാം വാക്യം വായിച്ചേ. 1:38 വായിച്ചേ. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, പാപത്തെ മോചിപ്പിക്കാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ. പാപമില്ലാതെ ജനിച്ചവൻ. നമ്മളെല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്. പാപത്തിൽ ജനിച്ച എന്റെയും നിങ്ങളുടെ പാപത്തെ പോക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരാൾ വരണം. അങ്ങനെ ഒരാളെ ഉള്ളൂ പാപമില്ലാതെ ജനിച്ചത്. അത് യേശു ക്രിസ്തു അത്രേ. യേശു ക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുതം. യേശു ക്രിസ്തുവിന്റെ ജീവിതം ഒരു അത്ഭുതം. യേശു ക്രിസ്തു കുഞ്ഞായിരിക്കുമ്പോൾ ഒരു അത്ഭുതം. യേശു ക്രിസ്തു 12-ാം വയസ്സിൽ ആലയത്തിൽ പോയി. ഇതാ സ്വത്രം അവിടെ ചെന്ന് ശാസ്ത്രിമാരുടെ അടുക്കൽ ഇരിക്കുകയാണ്, തർക്കിക്കുകയാണ്, വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അവർ വിസ്മയിച്ചു. ഈ 12 വയസ്സുള്ള കുഞ്ഞിന് ഇത് എവിടെ നിന്ന് ജ്ഞാനം? ഞാൻ പറയട്ടെ, ഇത് ദൈവം കൊടുത്തതാണ്. ഇത് ദൈവം തന്നെയാണ്. ഇന്ന് ഈ രാത്രി ആ കർത്താവ് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. പാവിയായി എന്നെയും നിങ്ങളെയും പാപത്തെ കഴുകിക്കളയാൻ ഈ ലോകത്തിലുള്ള ഒരു ഡോക്ടറിനും കഴിയത്തില്ല. അതുകൊണ്ട് പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കണ്ടോ, പിതാവ് നോക്കി. ഈ പാവിയെ നേടണമെങ്കിൽ, ഈ പാവം പോക്കണമെങ്കിൽ സ്വത്രം ഒരു നേർച്ച കാഴ്ച കൊണ്ട് പറ്റത്തില്ല. വസ്തു വിറ്റ് സാധുക്കൾക്ക് കൊടുത്താൽ പാപം പോകത്തില്ല. 10,000 പേർക്ക് ഡ്രസ്സ് ദാനം ചെയ്താൽ പാപം പോകത്തില്ല സ്നേഹിതരെ. ഹല്ലേലൂയ. 21 ദിവസം മുട്ടുമടക്കി ഉപവസിച്ചാൽ പാപം പോകത്തില്ല. പാപം പോക്കാൻ കഴിവുള്ള ഒരു രക്തമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ രക്തം. നമ്മുടെ പാപത്തെ മോചിപ്പിക്കാൻ ഒരേ ഒരു രക്തത്തിനെ കഴിവുള്ളൂ. അത് യേശുവിന്റെ രക്തം. പാപമില്ലാതെ ജനിച്ചവന്റെ രക്തത്തിന് മാത്രമേ പാപിയുടെ പാപത്തെ പോക്കാൻ പറ്റൂ. അങ്ങനെ ഈ ഭൂമിയിൽ അങ്ങനെ ചൊരിഞ്ഞ ഒരേ ഒരു രക്തമാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. ഡോക്ടർക്ക് പാപമോചനം തരാൻ പറ്റത്തില്ല. വൈദ്യന്മാർക്ക് പാപമോചനം തരാൻ പറ്റത്തില്ല. മാതാപിതാക്കൾക്ക് പാപമോചനം തരാൻ പറ്റത്തില്ല. ലോകത്തിലെ
ഞാൻ പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന് മാത്രമേ പാപങ്ങളെ മോചിപ്പിക്കാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വചനം വായിക്കുമ്പോൾ വായിച്ചേ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നോക്കിക്കേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നു, മറ്റൊരുവനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ ഒരേ ഒരു നാമം, അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിച്ചേ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി സഹോദര, പാപിയായ സ്നേഹിത സഹോദരി, നിന്റെ പാപം പോക്കാൻ, എന്റെ നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി ഒരേ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് ചരിത്രത്തെ തിരുത്തി കുറിച്ച് വിവാഹം കഴിയാത്ത ഒരു കന്യക ഗർഭിണിയായി പ്രസവിച്ച ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതത്ര ഞാൻ പ്രസവിക്കുന്ന യേശു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ പാപത്തെ മോചിപ്പിക്കാൻ കഴിയത്തുള്ളൂ. എന്റെ സമ്പത്തിന് പാപത്തെ മോചിപ്പിക്കാൻ കഴിയത്തില്ല. എന്റെ നേർച്ച കാഴ്ച വഴിപാടിന് പാപത്തെ മോചിപ്പിക്കാൻ കഴിയത്തില്ല. എന്റെ സ്തോത്രം പാപം മോചിപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം. ഞാൻ ആൾക്കാർക്ക് അന്നദാനം ചെയ്തുകൊണ്ട് പാപം പോകത്തില്ല. ഞാൻ എന്റെ വസ്തുവും വീടും വിറ്റ് സാധുക്കൾക്ക് ദാനം ചെയ്ത് നല്ലതാണ്, ഇതെല്ലാം ചെയ്ത് നല്ലതാണ്. പക്ഷെ എന്ന് പറഞ്ഞ് എന്റെ പാപം പോകത്തില്ല. പാപം പോകാൻ ഒരേ ഒരു രക്തം. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വചനം. യേശുവിന്റെ രക്തം വായിച്ചേ. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിച്ചേ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു വായിച്ചേ. യോസഫിനെ തട്ടി ഉണർത്തി ദൂതൻ പറഞ്ഞു വായിച്ചേ. അവൾ ഒരു മകനെ പ്രസവിക്കും. നീ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടില്ലേ മറിയ, അവൾ ഒരു മകനെ പ്രസവിക്കും കേട്ടോ. അവള് പാപം ചെയ്ത് കുഞ്ഞുണ്ടായതല്ല, ഈ കുഞ്ഞ് ദൈവം കൊടുത്തതാ. ഈ കുഞ്ഞ് പാപത്തെ ലോകത്തിൽ നിന്ന് പാപികളെ മോചിപ്പിക്കാൻ ഇറങ്ങി വന്ന കുഞ്ഞാ. വായിച്ചേ. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ. പാപത്തിൽ രക്ഷിക്കാൻ അധികാരമുള്ള ഒരാളെ ഉള്ളൂ, അതാ ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഹല്ലേലൂയ. ബാക്കി ഇവിടെയൊക്കെ ഒതുക്കി തീർക്കാം, പക്ഷേ പാപമോചനം തരാനും നിത്യതയിൽ കൊണ്ടുപോകാനും കഴിവുള്ള ഒരാളേ ഉള്ളൂ, അതത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഒന്നുകൂടെ വാക്യം വായിച്ചേ. മത്തായി 1:21 ഒന്നുകൂടെ വായിച്ചേ. എല്ലാവരും വേദപുസ്തകം തുറക്കണം, വായിച്ചേ. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവൻ പാപത്തെ രക്ഷിക്കാൻ കഴിവുള്ളവൻ ഒരാളേ ഉള്ളൂ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-15 വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-15 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു വായിച്ചേ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അതാരാ? ഈ ജനിച്ചില്ലേ കുഞ്ഞ് യേശു ക്രിസ്തു എന്ന കുഞ്ഞ് മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുതം. വാമൻ വഴിവക്കത്ത് എവിടെയോ ജനിച്ചു. ആലലി ജനിക്കാൻ സ്ഥലം കിട്ടിയില്ല, എവിടോ ജനിച്ചു. കൊണ്ട് കിടത്തിയത് പശുത്തൊട്ടിയിലാണ്. യേശുവിന്റെ ജനനം ഒരു അത്ഭുതം, കിടപ്പ് ഒരു അത്ഭുതം, വളർച്ച ഒരു അത്ഭുതം, ആലലി ജീവിതം ഒരു അത്ഭുതം. ആലലി ഭാവിയെ സ്നേഹിച്ച ഒരാളുണ്ടെങ്കിൽ യേശുവേ ഉള്ളൂ. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരാളിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഒരു ചെകിട്ട തടിച്ചാൽ മറു ചെകിട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ഒരാളിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ ശത്രുവിന് തിന്മാൻ കൊടുക്കാൻ പറഞ്ഞ ഒരാളിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ യേശു ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഏത് പാപിയെയും പാപത്തെ മോചിപ്പിക്കാൻ പാപമില്ലാത്തവൻ വരണം. അങ്ങനെ പാപമില്ലാത്ത യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മറിയുടെ ഉദരത്തിൽ ഉരുവായി വഴിവക്കത്ത് സ്ഥലം പോരായികയാൽ കൊണ്ട് കിടത്തിയ സ്ഥലമാണ് പശുത്തൊട്ടിയിൽ. ഹല്ലേലൂയ. യേശുവിന്റെ ജീവിതം ഒരു അത്ഭുതം. എന്നാൽ വീണ്ടും വേദം ഒന്നുകൂടെ വായിച്ചേ. വാക്യം ഒന്നുകൂടെ വായിച്ചേ.
മോശ മരുഭൂമിയിൽ ആ. സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിന്റെ ജീവിതം ഒരു അത്ഭുതമായിരുന്നു. 30-ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ, ഓ സ്തോത്രം, യേശു ക്രിസ്തു പിതാവ് ഏൽപ്പിച്ചതുപോലെ സ്നാനക്കുളത്തിനകത്ത് ഇറങ്ങി സ്നാനപ്പെട്ടു കരകയറിയപ്പോൾ സ്വർഗം തുറന്നു. ഓ, ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദമുണ്ടായി. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ യേശു ക്രിസ്തുവിന്റെ മേൽ വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിന്റെ ജനനം അത്ഭുതം, ജീവിതം ഒരു അത്ഭുതം, സ്നാനം ഒരു അത്ഭുതം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഓ സ്തോത്ര, യോഹന്നാൻ 3:14 പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ്. മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അടുത്ത, അവനിൽ വിശ്വസിക്കുന്ന ഏവനും, അവനിൽ വിശ്വസിക്കുന്ന ഏവനിൽ, ഈ മനുഷ്യപുത്രനിൽ, പാപമില്ലാത്ത ജനിച്ച ഈ യേശു എന്ന മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഓ സ്വത്രം, സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4-ാം വചനം ടക്കനെ വായിച്ചു പോകും. എല്ലാവരും വേദപുസ്തകം തുറക്കണം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിന്റെ 4-ാം വചനം മുതൽ വായിക്കുമ്പോൾ അവിടെ ഇതാ ഇസ്രായേൽ ജനം പിറുപിറുക്കുകയാണ്. ടക്കനെ വായിച്ചു പോയേ. പിന്നെ അവർ ഏദോം ദേശത്ത് ചുറ്റി പോകുമ്പോൾ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിനെ നിങ്ങൾ ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. ദൈവം കൊടുത്ത മന്ന രക്ഷയുടെ നിഴലാണ്. ഈ രക്ഷ, ഈ മന്ന ജനത്തിനത് വെറുപ്പായി മാറി. ഇസ്രായേൽ ജനം കർത്താവിന്റെ ചെങ്കടലിൽ കടന്ന് വരികയാണ്. വരുന്ന വഴിക്ക് ഇവർക്ക് കൊടുത്ത ഭക്ഷണം തൃപ്തി വരാതെ ഇവർ പിറുപിറുക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ കോപം ഇറങ്ങി. അടുത്ത വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. ദൈവത്തിന്റെ കോപം ഇറങ്ങി. അഗ്നിസർപ്പം പിറുപിറുത്തത് നിമിത്തം അഗ്നിസർപ്പത്തെ അയച്ചു. അടുത്ത വരി, അവ ജനത്തെ കടിച്ചു. അടുത്ത വരി, വളരെ ജനം മരിച്ചു. ഇസ്രായേൽ വളരെ ജനം മരിച്ചു. അടുത്ത വരി, ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു. ജനങ്ങൾ പിറുപിറുത്തു. ദൈവം രക്ഷിച്ചു. നമ്മൾ അങ്ങനെയല്ലേ? ഹല്ലേലൂയ. ദൈവം എല്ലാം നമുക്ക് തരും. പക്ഷേ ചില സമയത്ത് എന്തെങ്കിലും തരാതിരുന്നാൽ പിറുപിറുക്കും നമ്മളല്ലേ? ഹല്ലേലൂയ. പിറുപിറുക്കരുത്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചു. ജനം പിറുപിറുത്തു. ജനം പിറുപിറുക്കുമ്പോൾ സർപ്പത്തെ അയച്ചു. സർപ്പം കടിച്ചു. ഒരുപാട് ജനങ്ങൾ നഷ്ടപ്പെട്ടു. ജനം മുഴുവൻ, ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ മോശയുടെ അടുക്കലേക്ക് പോയി. വായിച്ചേ അടുത്ത വരി. ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശയോട് പറഞ്ഞു, പ്രാർത്ഥിക്കണമേ, സർപ്പങ്ങൾ ഇതാ എല്ലാத்தைയും കടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. സർപ്പത്തിന്റെ കടിയേറ്റ് സകലരും മരിക്കാൻ തുടങ്ങി. മോശയുടെ അടുക്കൽ നിലവിളിച്ച് മോശ കരഞ്ഞു, ദൈവമേ, ഈ സർപ്പം ഇനി കടിക്കരുതേ, ഈ ജനത്തെ രക്ഷിക്കണമേ. ദൈവത്തോട് നിലവിളിച്ച് കരയുമ്പോൾ, ഓ, പഴയ നിയമത്തിലെ മധ്യസ്ഥനാകുന്ന മോശ, പുതിയ നിയമത്തിൽ പറയുന്ന മധ്യസ്ഥനാരാ? യേശു ക്രിസ്തു മാത്രം. ഏക മധ്യസ്ഥൻ, ഒറ്റ മധ്യസ്ഥനാരാ? യേശു ക്രിസ്തു. ദൈവത്തിന് മനുഷ്യർക്ക് നടുവിൽ ഒരേ ഒരു മധ്യസ്ഥൻ, ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഓ, മോശ ഇടയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ, ഇവരെ കടിക്കരുതേ, ഇവരെ രക്ഷിക്കണമേ അപ്പാ എന്ന് നിലവിളിക്കുമ്പോൾ ദൈവം പറഞ്ഞു. അടുത്ത വാക്യം വായിച്ചേ. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമരം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി. എന്തുകൊണ്ട് സർപ്പം ഉണ്ടാക്കി? താമര കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി. കൊടിമരത്തിന്മേൽ തൂക്കി. കൊടിമരത്തിന്റെ മേൽ എന്ത് ചെയ്തു? തൂക്കി. അപ്പോ എന്റെ നിങ്ങളുടെ പാവം പോകണം, എന്ത് ചെയ്യണം? നേരത്തെ തുടങ്ങിയത് ഞാൻ പറയാം. പാവം പോകണം, എന്ത് ചെയ്യണം? പാവമില്ലാത്ത ഒരാള് വരണം അല്ലേ? അല്ലാതെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. പാവമില്ലാത്ത ഒരാൾ വന്ന് ആരാ? യേശു ക്രിസ്തു അല്ലേ? എങ്ങനെയാണ് നമ്മൾ രക്ഷിച്ചെന്നാണ് പറഞ്ഞു വരുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഹല്ലേലൂയ. വായിച്ചേ. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തരം മതി. ഹല്ലേലൂയ. വായിച്ചേ. അടുത്ത്. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ഓബോത്തിൽ പാളയം ഇറങ്ങി. മതി. നോക്കിയേ. സ്വത്രം. മോശ ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്റെ മേൽ തൂക്കി. ഹല്ലേലൂയ. കൊടിമരത്തിന് തൂക്കിയിട്ട് പറഞ്ഞു, ആരെല്ലാം വന്ന് നോക്കിയാലും എത്ര കടിയേറ്റ് ഇപ്പം മരിക്കും എന്ന് പറയുന്ന വിഷയമായിരുന്നാലും ഇതിലോട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ കൊടിമരത്തിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യും? താമ്ര സർപ്പത്തിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യും? ആള് ജീവൻ പ്രാപിക്കും, ആള് സൗഖ്യമാകും. കൊടിമരത്തിൽ നോക്കാൻ പറഞ്ഞു. അങ്ങനെ മോശ പറഞ്ഞു, ജനത്തെ വിടാൻ തുടങ്ങി. ജനം കൊടിമരത്തിൽ തൂക്കി. ഇത് ആരുടെ നിഴലാ?
ക്രൂശ് മരണത്തിൽ യേശു മരിച്ചതിന്റെ നിഴലാണ് പഴയ നിയമത്തിനകത്ത് ഈ ഭാഗം ദൈവം കൊടുത്തിരിക്കുന്നത്. യേശു നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മരിച്ചതിന്റെ നിഴലാണ് സംഖ്യാപുസ്തകം 21:4 മുതൽ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മോശ മരുഭൂമിയിൽ യോഹന്നാൻ 3:14 വായിച്ചേ ഒന്നുകൂടെ. യോഹന്നാൻ 3:14. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവൻ വിശ്വസിക്കുന്ന അവനും യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോ ഈ താമ്ര സർപ്പത്തിന്റെ പ്രത്യേകത, മോശ കൊടിമരത്തിന് മേൽ തൂങ്ങിയ താമ്ര സർപ്പത്തിന് വിഷമില്ലായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. കൊടിമരത്തിൽ തൂക്കിയില്ലേ താമ്ര സർപ്പം, ആ സർപ്പത്തിന് എന്തില്ല? വിഷമില്ലായിരുന്നു. കടിയേൽക്കുന്ന ആര് ഈ സർപ്പത്തെ നോക്കിയാലും വിഷമില്ലാത്ത സർപ്പം. എന്നാൽ സംഖ്യാപുസ്തകം 21 കടിച്ച സർപ്പത്തിന് വിഷമുണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിനകത്ത് ഹൗവയെ പറ്റിച്ച പാമ്പിന് വിഷമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, സംഖ്യാപുസ്തകം 21 ജനത്തെ കടിച്ചു കൊന്ന പാമ്പിന് വിഷമുണ്ടായിരുന്നു. എന്നാൽ മോശ കൊടിമരത്തിൽ തൂക്കിയ പാമ്പിന് വിഷമില്ല. ഞാൻ പറയട്ടെ, ഞാൻ പ്രസംഗിക്കുന്ന യേശു കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തകരപ്പെട്ടു. ആ യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കുന്ന ഏത് കൊടും പാപിയുടെയും ഏത് കൊടും ക്രൂരകൃത്യം ചെയ്ത വിഷപാപവും ആ ക്രൂശിലേക്ക് നോക്കിയാൽ ക്ഷമയുണ്ട്. ഇന്ന് രാത്രി മനസ്സിലായി ആർക്കൊക്കെ പിടികിട്ടുന്നുണ്ട് കാര്യം? ആ ക്രൂശിലേക്ക് നോക്കുകയാണെങ്കിൽ എത്ര ആഴമായ പാപവും ക്ഷമയുണ്ട്. ആ ക്രൂശിൽ കിടക്കുന്ന യേശുവിന് എന്തില്ല? പാപമില്ല. താമ്ര സർപ്പത്തിന്റെ ഒന്നാമത്തെ ഗുണം, ആ മോശ തൂക്കിയ താമ്ര സർപ്പത്തിന് എന്തില്ല? വിഷമില്ല. മോശ തൂക്കിയ താമ്ര സർപ്പത്തിന്റെ രണ്ടാമത്തെ ഗുണം, ആ താമ്ര സർപ്പം അങ്ങനെ കൊണ്ട് താമ്ര വാങ്ങി തൂക്കിയാ പറ്റത്തില്ല. അതിനെ അടിച്ച് ലേവന ചെയ്ത് തീക്കകത്തിട്ട് ഉരുക്കി അടിച്ച് അതിന് ശപ്പരൂപമാക്കി കെട്ടിത്തൂക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കൊലക്കത്തിൽ വീണ് വരുന്നേറ്റും പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൽഗത്ത വരെയും എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇഞ്ചിഞ്ചായി തകരപ്പെട്ട് തലമുടി നാരിഴ മുതൽ നഖത്തിനകം വരെ നുറുക്കപ്പെട്ട് കണ്ണ് സ്വത്രം തലയിൽ ഒരു മുൾക്കിരീടം വെച്ചിരുന്നു. അതിനെ ഒരു മുള്ള് തലയോട്ടിലേക്ക് പതിച്ച് കണ്ണ് താഴെ തൂങ്ങിക്കിടക്കുന്ന നിരൂപനാകുന്ന ആ ക്രിസ്തു നോക്കിക്കേ, വീണ് എഴുന്നേറ്റും ശരീരം ചതഞ്ഞുടഞ്ഞ് ഹല്ലേലൂയ എവിടെ വരെ ഗോൽഗത്ത വരെയും ആ യേശു നുറുക്കപ്പെട്ടു. കണ്ടാൽ ആരും ആകർഷിക്കത്തക്ക ഭംഗിയില്ല. യെശയ്യാ 53-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ കണ്ടാൽ രൂപഗുണമില്ല, കോമളത്വമില്ല, മനുഷ്യന്റെ ഒരു രൂപവുമില്ല. 10,000 പേരിൽ സുന്ദരനാകുന്ന കർത്താവ് ആ ക്രൂശിൽ വിരൂപനായി കിടക്കുന്നു. സഹോദരാ, നിന്നെ രൂപമുള്ളവനാക്കി മാറ്റുവാൻ, സഹോദരി നിന്റെ തലയെ ഉയർത്തിപ്പിടിക്കുവാൻ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി മരിച്ചു, തകരപ്പെട്ടു, ആണിയേറ്റു, നുറുക്കപ്പെട്ടു, വീണ്ടും എഴുന്നേറ്റും ആ ക്രൂശ് മരത്തിൽ കിടക്കുകയാണ്. താമ്ര സർപ്പത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഹല്ലേലൂയ. എന്തോന്നാ ഞാൻ പറയും? ഒന്നാമത്തെ പ്രത്യേകത വിഷമില്ല. രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നാ? ഹല്ലേലൂയ, അടിച്ച് നുറുക്കി പരത്തണം. എന്റെ യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യേകത, യേശുവിൽ പാപമില്ല. ഏത് പാപിയും പാപമില്ലാത്ത യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കി, അപ്പാ ഞാൻ പാപി എന്ന് കരഞ്ഞാൽ എന്റെ പാപത്തിന് മോചനമുണ്ട്. 2, ഞാൻ തകരേണ്ടടുത്ത് യേശു തകർന്നു. 3, ഒരേ ഒരു ദൈവം, എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, സർവമുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇടയില്ല നാമം. ഏകദൈവം, സത്യദൈവം, ഒറ്റ ദൈവം, മഹാദൈവം, പാവം മോചിപ്പിക്കാൻ കഴിവുള്ള ദൈവം, ആ യേശു ഏകനായി കിടക്കുകയാണ്. 3 കാര്യം. സ്വത്രം
യേശു മാത്രം കർത്താവ്. ആ ക്രൂശിലേക്ക് നോക്കുന്ന ഏത് പാപിക്കും പാപ മോചനമുണ്ട്. വീണ്ടും ടക്കനെ വായിച്ചു പോകാം, ഒരല്പസമയം കൊണ്ട് ഞാൻ നിർത്തും. വായിച്ചേ മത്തായി സ്തോത്രം, ഹല്ലേലൂയ. മത്തായി സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്തിരിക്കുന്നു, യേശു ക്രിസ്തു എൻ്റെ പാപ മോചനത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 31. ഇസ്രായേലിന്റെ മാനസാന്തരവും പാപമോചനം നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. തന്റെ വലം കണ്ടോ, ഒരേ ഒരു രക്ഷിതാവ്, അത് യേശു ക്രിസ്തു. അപ്പോസ്തല പ്രവൃത്തി 10:43 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. 10:43 അടുത്ത വായിച്ചേ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന്. പാപമോചനം യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനമുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു വായിച്ചേ. കുഞ്ഞുങ്ങളെ, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എഴുതുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പാപത്തിന് വേറെ ഒരിടവും പരിഹാരമില്ല. പരിഹാരം യേശു മാത്രം. യേശുവിന്റെ രക്തത്തിന് പാപമോചനം തരാൻ, പരിഹാരം തരാൻ കഴിവുണ്ട്. നിന്റെ പാപം മോചിക്കാൻ ഈ ലോകത്തിലുള്ള നേർച്ച കാഴ്ചകൾക്കോ പുണ്യ പ്രവർത്തികൾക്കോ ദാനധർമ്മങ്ങൾക്കോ നിന്റെ പാപത്തെ മോചിക്കാൻ പറ്റത്തില്ല. ഈ പാപം സ്നേഹിത നിന്നെ നിത്യ നരകത്തിനകത്ത് എത്തിക്കും. എന്നാൽ പാപിയായ നീ പാപമില്ലാത്ത യേശുവിലേക്ക് നോക്കിയാൽ നിത്യ നരകത്തിനകത്ത് നിന്ന് നിത്യത്തിൽ കയറിപ്പോകാം. ഒരു പൈസയും കൊടുക്കണ്ട. ആ യേശുവിനോട് നിത്യത പ്രാപിക്കാൻ 1 രൂപയിൽ മുതൽ മുടക്കില്ല. ആ യേശുവിനേക്ക് നോക്കാം. നീ ജനിക്കും മുൻപേ നിനക്ക് വേണ്ടി മരിച്ച ഒരു യേശുവിനെ നിനക്ക് പരിചയമുണ്ടോ? നിന്റെ പാപത്തിന് വേണ്ടി ഒരുവൻ 2000 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിന്റെ പാപത്തിന് വേണ്ടി വില കൊടുത്ത ഒരാളത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. വായിച്ചേ അടുത്ത വാക്യം. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി നീ പാപം ചെയ്തെങ്കിൽ നിനക്ക് വേണ്ടി നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക്, അവൻ എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, എന്റെയും ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ജനത്തിന്റെയും മാത്രമല്ല, ഈ ശബ്ദ പരിധിക്കുള്ളിൽ മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് ഇന്ന് രാത്രി ദേശത്തിറങ്ങി വന്നിട്ടുണ്ട്. മാന്യ ശ്രോതാവേ, എത്ര കടിഞ്ചോപ്പായ പാപത്തെയും യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-18 വാക്യം വായിക്കുമ്പോൾ നിന്റെ പാപം എത്ര കടിഞ്ചോപ്പായാലും അത് ഹിമത്തെ പോലെ വെളുപ്പിക്കും. രക്താംബരം പോലെ ആയാലും പഞ്ഞി പോലെ ആക്കി തീർക്കും. ഇന്ന് രാത്രി യേശുവിന്റെ മുൻപിൽ നിനക്ക് കീഴടങ്ങാമോ? നിനക്ക് വേണ്ടി തകർന്ന യേശുവിനെ നീ കണ്ടുവോ? നിന്റെ പാപം കണ്ടിട്ടും യേശു നിന്നെ വിട്ട് മാറിയില്ല. വീട്ടുകാർ നീ ശരിയല്ലെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. എന്നാൽ നിന്നെ വലിച്ചെറിഞ്ഞപ്പോഴും നിന്നെ വലിച്ചെറിയാത്ത ഒരുവനുണ്ട്, അതത്ര യേശു ക്രിസ്തു. ആ യേശു നീ ജനിക്കും മുൻപേ നിനക്ക് വേണ്ടി നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് സ്നേഹിത സഹോദരി താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ നിനക്ക് നിത്യത ഉറപ്പാണ്. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോഴും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-6 വാക്യം വായിക്കുമ്പോഴും എബ്രായരുടെ ലേഖനം 7:25 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ വായിച്ചേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാൻ പോകുക. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? പള്ളി പ്രമാണി, ക്രിസ്മസ് കുടുംബം, സ്വത്ര അപ്പോസ്തലന്മാരുടെ മുമ്പിൽ വന്ന് വീഴും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോസ്തലന്മാർ പറയും, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സഹോദര, രക്ഷിക്കപ്പെടാൻ വേറെ ഒരു മാർഗവുമില്ല. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ 19-ാം അധ്യായം അതിന്റെ 18-19 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ.
വിശ്വസിച്ചവരിൽ അനേകരും വന്ന് വിശ്വസിച്ചവർ ഇന്ന് രാത്രി ഈ ദേശത്തിന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ഈ യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ, താങ്കൾക്ക് ഈ ഗ്രൗണ്ടിലോട്ട് വരാൻ മനസ്സുണ്ടെങ്കിൽ, താങ്കളെ സ്നേഹിക്കുന്ന യേശുണ്ട്, താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കും. ഇല്ല, വരാൻ മനസ്സില്ലെങ്കിൽ താങ്കൾക്ക് ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പറയണം, കർത്താവായ യേശുവേ, ഞാൻ എന്നെ കർത്താവ് രക്ഷകനുമായി സ്വീകരിക്കുന്നു. ആ ക്രൂശിലേക്ക് ഞാനിത് നോക്കുന്നു. ആ രക്തം കൊണ്ട് എന്നെ കഴുകി എന്റെ പാപത്തെ മോചിപ്പിക്കണമെന്ന് താങ്കൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേട്ട് താങ്കളുടെ മേൽ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി താങ്കളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ ഇന്ന് രാത്രി ചേർക്കുന്ന രാത്രി എത്രേ. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇരിക്കുന്ന പൈതലേ, എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. വായിച്ചേ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. വിശ്വസിച്ചതിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ്. അനേകർ വന്നു കേട്ടോ, അനേകർ വന്നു. ഒരു കൂട്ടം പേർ യേശുവിന്റെ സത്യവചനം കേട്ടിട്ട് തള്ളിക്കളയുമ്പോൾ ഒരു കൂട്ടം പേർ മുട്ടുമടക്കിയിട്ട് പറയും, അപ്പാ എനിക്ക് പാപമോചനം വേണം, നിത്യ നരകത്തിൽ പോണ്ട, യേശു മാത്രം ഏക വഴി, ഞാൻ അപ്പനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു, എന്റെ ഹൃദയത്തിനകത്തേക്ക് വരണമേ. ഒരു ജീവിതം മാത്രം, അത് വേഗം തീർന്നു പോകും, ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. ഒറ്റ ജീവിതമേ ഉള്ളൂ, ആ ജീവിതം എപ്പോ വിളിച്ചാലും പോണം. ഞാൻ ചോദിക്കട്ടെ, പാപമോചനം പ്രാപിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെയാണ് നമ്മുടെ യാത്ര? ഹല്ലേലൂയ. അതിലെഴുതിയിരിക്കുന്നു, മന്ത്രവാദികളെല്ലാം അവിടെ വന്നു. വായിച്ചേ. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. എല്ലാവരും കാണുക കേട്ടോ. ബലപിടിപ്പുള്ള ക്ഷുദ്രം ചെയ്യുന്ന പുസ്തകങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, അവരതിനേക്കാൾ വിലപിടിപ്പുള്ള യേശുവിനെ കണ്ടപ്പോൾ, സത്യം തിരിച്ചറിഞ്ഞപ്പോൾ, നിത്യ നരകത്തിൽ പോകാതെ നിത്യതയിൽ പോകാൻ അവർ മുട്ടുമടക്കി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് മുട്ടുമടക്കാൻ മനസ്സുണ്ടോ? സ്വത്രം. അപ്പോസ്തലപ്രവൃത്തികൾ യോഹന്നാന്റെ സുവിശേഷം 7:46 വായിക്കുമ്പോൾ ഈ യേശു സംസാരിച്ചതുപോലെ വേറെ ആരും സംസാരിച്ചില്ല. ലൂക്കോസ് 12:15 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് യേശു ക്രിസ്തു ഒരു ഉപമ പറയുന്നുണ്ട്. വായിച്ചേ. ടക്കന വായിച്ചേ. അല്പസമയം കൊണ്ട് ആരാധന വായിച്ചേ. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ. ലൂക്കോസ് 12:15 മുതൽ. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല, അവന്റെ ജീവനാധാരമായിരിക്കുന്നത്. ജീവനാധാരം നമ്മുടെ വസ്തുവല്ല, വകയല്ല, പേരല്ല, പഠിപ്പല്ല, പ്രശസ്തിയല്ല, നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല, നമുക്കുള്ളത് ഒന്നുമല്ല. ഇത് ഒന്നിനും നമ്മുടെ ജീവനെ രക്ഷിക്കാൻ, നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയത്തില്ല. നിത്യ നരകത്തിനകത്ത് പോകണമെങ്കിൽ ഈ ആത്മാവിനെ രക്ഷിക്കാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ, അത് യേശു. അടുത്ത വചനം വായിച്ചേ. ഒരു ഉപമയും അവരോട് പറഞ്ഞത്. യേശു ഒരു ഉപമ പറഞ്ഞു. ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിക്കും, അധികം വലിയ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ, ഇഷ്ടം പോലെ സ്വത്ത്, ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ഇതിന് വല്ല നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? രക്ഷിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതിനൊന്നിനും രക്ഷിക്കാൻ പറ്റത്തില്ല. കൈകൊണ്ട് നമുക്ക് കണ്ണടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമോ? ഇതുമല്ലോ, ഇതിന് നമ്മളെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ഇല്ല. രക്ഷിക്കാൻ പറ്റുന്ന ഒരാളെ യേശു ക്രിസ്തു. നമ്മൾ സമ്പാദിച്ച പണത്തിനോ, നമ്മുടെ മക്കൾക്കോ, നമ്മുടെ ഭർത്താവിനോ, നമ്മുടെ ഭാര്യയ്ക്കോ, നമ്മുടെ മാതാപിതാക്കൾക്കോ, നമ്മുടെ സ്നേഹിതർക്കോ, നമ്മുടെ കൂട്ടുകാർക്കോ നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. മദ്യം തന്ന് കൂട്ടുകാരെ ചേർന്ന് നിന്ന് കുടിക്കാൻ അനേകർ കാണും, സ്വത്രം. ബാക്കിയെല്ലാം ഒരുപക്ഷെ സഹായിക്കാൻ അനേകർ കാണും. എന്നാൽ നിത്യ നരകത്തിനകത്തുനിന്ന് നിന്നെ രക്ഷിക്കാൻ ആരും കാണത്തില്ല. അത് ജീവനുള്ളപ്പോൾ തന്നെ യേശുവിനെ കണ്ടുമുട്ടിക്കൊള്ളണം. ഹല്ലേലൂയ. വായിച്ച അടുത്ത വരി. ആശ്വസിക്കുക, തിന്നുക. അവൻ പറഞ്ഞു, സ്വത്തെല്ലാം ഉണ്ടാക്കി, എല്ലാം കൂട്ടി ബാങ്ക് ബാലൻസ് ഇഷ്ടം പോലെ, എത്ര എടുത്താലും തീരത്തില്ല, കോടികൾ ആസ്തി. സ്വത്രം. ലോകത്തിന്റെ മനുഷ്യന്റെ മുമ്പിൽ എങ്ങനെയാണ്? അയാളാണോ? അയാൾ എന്താ സമ്പത്ത്, എന്താ പഠിപ്പ്, എന്താ പേര്, എന്താ ജോലി, എന്താ വില, എന്താ നില. മനുഷ്യന്റെ മുമ്പ് ഇതെല്ലാം മാനമാണ്. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ ഇതൊന്നും മാനമല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ മനുഷ്യൻ.
ഈ മനുഷ്യന്റെ മുൻപിൽ പേരും പ്രശസ്തിയും സമ്പത്തും ജ്ഞാനവും കഴിവും പഠിപ്പും ഞാനെന്ന ഭാവവും നമുക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഒരു വിലയാണ്. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ അത് വേസ്റ്റാണ്. നിനക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. വായിച്ചെടുത്ത വരി ദൈവം പറയുകയാണ്. അവൻ പറയുന്നു, ഇത്ര തലമുറയ്ക്കുള്ള എല്ലാ സമ്പത്തും എൻ്റെ മേലുണ്ട്. ഇനി ഒരിക്കലും എനിക്ക് വിശന്നാലും എല്ലാം എടുക്കാനുണ്ട്. കിടരോഗി ആയാലും ബാങ്കിൽ അങ്ങോട്ട് കൊടുക്കണം, അക്കൗണ്ട് പറയണം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്തുണ്ട്, നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ എന്തുണ്ട്, ഗൂഗിൾ പേ ഉണ്ടല്ലേ. ചായ കട വിളിക്കണം, ഹലോ ഇത്ര എത്ര രൂപയാണ്, ഇന്നത് ഫാസ്റ്റ് ഫുഡ് നമ്മൾ വീട്ടിലെ വരൂലേ, പൈസ ഉണ്ട്. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ഈ പൈസയ്ക്ക് പറ്റുമോ? ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ രക്ഷിക്കാൻ യേശുവിന്റെ രക്തത്തിനേ പറ്റൂ. ഹല്ലേലൂയ. പാപമോചനം തരാൻ യുഗമുള്ള ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശുവിനെ പറ്റൂ. ഒരുത്തനെല്ലാം സമ്പത്തും ഉണ്ടാക്കി, എല്ലാം കൂട്ടി വെച്ചു, എല്ലാം നേടി. അവൻ തന്നോട് തന്നെ പറയുകയാണ്, ഇനി ഒന്നിനും മുട്ടില്ല. വായിച്ചേർത്ത വരി. ദൈവമോ അവനോട് മൂടാ. ദൈവം വിളിച്ചെന്നാ, അവനെ വിളിച്ച പേരെന്താ? നമ്മൾ പറഞ്ഞെന്താ? ഓ സാറാണോ? സാറിനെ കണ്ട പെട്ടെന്ന് വഴി മാറി. കാരണം എന്താ? ദേശം അറിയുന്ന സാറാ, രാജ്യം അറിയുന്ന സാറാ, ട്രിവാൻഡ്രം ജില്ല മുഴുവൻ, കേരളം മുഴുവൻ അറിയുന്ന സാറാ. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ഒന്ന് ചാടി എഴുന്നേറ്റ് മുണ്ടൊക്കെ താത്ത. പക്ഷെ ദൈവത്തിന് അയാൾ ഒന്നുമല്ല. പിന്നെ ദൈവത്തിന് അതിൽ സന്തോഷം വരുമോ? നമ്മുടെ സമ്പത്ത് കാണാൻ ദൈവം അലിഞ്ഞു വീഴുമോ? ഇല്ല. പിന്നെ ദൈവം അലിയുന്ന എവിടെ? ലൂക്കോസ് 10:20 വായിച്ചേ. ദൈവത്തിന് സന്തോഷം എവിടെ? വായിച്ചേ, ലൂക്കോസ് 10:20. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നില്ല. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന അത്ര സന്തോഷിപ്പിൻ. കർത്താവിന്റെ സന്തോഷം എന്തെന്നാ? ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം എഴുന്നേൽക്കും. കർത്താവിന്റെ ദൂതന്മാർ എഴുന്നേൽക്കും. സ്വർഗത്തിൽ വഴി ആനന്ദമുണ്ടാകും. അവര് പറയും, ഈ കാണാതെ പോയവൻ ഇന്നിതാ എനിക്ക് കണ്ടു കിട്ടി. സന്തോഷിച്ച് ആനന്ദിക്കാം. സ്വർഗത്തിലെ സന്തോഷം എൻ്റെ ഈ ലോകത്തിലെ നന്മയല്ല, ഒരു പാവി മാനസാന്തരപ്പെടുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്നേഹിത, നമുക്ക് എന്തൊക്കെയോ വിലപിടിപ്പുള്ളതായി തോന്നും. എൻ്റെ യേശുവിൻ്റെ മുൻപിൽ അതെല്ലാം വേസ്റ്റാണ്. ദൈവം ഉപമ പറഞ്ഞു കൊടുത്തു. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ, ടക്കനെ വായിച്ചു പോയി. 3-4 വാക്യം. ഇപ്പൊ വായിച്ച 4 വാക്യം, തൊട്ട് മുമ്പുള്ള 4 വാക്യം. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുറങ്ങളെ പൊളിച്ച് പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. എല്ലാ വസ്തുവും കൊണ്ട് സ്വരൂപിച്ചിട്ടുണ്ട്. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ആനന്ദിക്കുക എന്ന് നമ്മൾ അങ്ങോട്ട് പറയൂല്ലേ. നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്, അക്കൗണ്ട് നമ്മൾ ഇത് മൊബൈലിൽ തുറന്നാൽ തന്നെ, ഗൂഗിൾ പേ തുറക്കുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ട് തന്നെ നമുക്ക് ഇത് കോഡ് കൊടുത്താൽ തന്നെ നമ്മുടെ ബാലൻസ് എല്ലാം വരും. നമ്മളെല്ലാം നോക്കി കൂട്ടി വെക്കും. ദൈവത്തിന് സ്വന്തം. കർത്താവ് നോക്കിയിട്ട് പറയണം എല്ലാം ഉണ്ട്. അടുത്ത് ദൈവമോ അവനോട് മൂടാ. ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. പിന്നെ നീ കൂട്ടി വെച്ചത് നിന്റെ കൂടെ വരുമോ? വന്നപ്പോൾ നീ എന്തു കൊണ്ടു വന്നു? ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും? എങ്ങനെ നീ ലോകത്തിൽ വന്നു? ഇനി എങ്ങനെ നീ ലോകം വിട്ടു പോകും? എങ്ങനെ നീ ലോകത്തിൽ വന്നു? ഇനി എങ്ങനെ നീ ലോകം വിട്ടു പോകും? വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. മനുഷ്യരിൽ ദൈവഭയം ഇല്ല, ഭൂമിയിൽ മനുഷ്യർക്കു സമാധാനം ഇല്ല. മനുഷ്യരിൽ ദൈവം തന്റെ കോപം വരാൻ നേരമായ നോർത്തിടുക വേഗം. മനുഷ്യരിൽ ദൈവം തന്റെ കോപം വരാൻ നേരമായ നോർത്തിടുക വേഗം. വാ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യശ്രോതാവേ, താങ്കൾ ഈ ഭൂമിയിൽ മുഴു ലോകവും വെട്ടിപ്പിടിച്ചാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ താങ്കൾക്ക് എന്ത് പ്രയോജനം? നമ്മൾ സമ്പാദിച്ച സമ്പത്ത് നമ്മുടെ കൂടെ വരുമോ രക്ഷിക്കാൻ? നമ്മുടെ മക്കൾക്ക്
നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ ഭാര്യയ്ക്കും ഭർത്താവിനും നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? നമ്മളെ കൂടെ നടന്ന കൂട്ടുകാർക്ക് രക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് പൈസ തന്ന് സഹായിച്ചവർക്ക് രക്ഷിക്കാൻ പറ്റുമോ? ആർക്കും രക്ഷിക്കാൻ പറ്റാത്തൊരു ദിവസം വരും. മൂടാ, ഇന്ന് രാത്രി നിന്റെ പ്രാണൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നീ ഇതെല്ലാം ഒരുക്കി വെച്ചു, ഇത് നിനക്ക് ഉപകരിക്കുകയുമില്ല. നീ തിത്യദണ്ഡനത്തിനകത്ത് പോകും. ഓ, ദൈവ വിഷയമായി സമ്മതനാകാതെ. ഒന്നുകൂടെ വായിച്ച വരി, ആ വരി അടുത്ത വാക്യം. ദൈവമോ അവനോട് മൂടാ, ഈ രാത്രിയിൽ. ദൈവം വിളിക്കുന്ന പേരെന്താ? യേശു ഇല്ലാതെ ലോകത്തിലുള്ള നമുക്ക് എന്തുണ്ടെങ്കിലും യേശു ഇല്ലെങ്കിൽ സ്നേഹിത ഒന്നുമില്ല. എൻ്റെ യേശു നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങളുടെ വീട്ടിനകത്ത് യേശു ഉണ്ടോ? ഞാൻ പറയും എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അത്തത്തെ സമയത്ത് തരേണ്ടതെല്ലാം തരും. പിന്നെ എന്തും കൂടെ കിട്ടും? 100, 110, 150 വയസ്സാകുമ്പോ സ്വർഗത്തിൽ പോകും. നേരെ എവിടെ പോവാം? ഈ ഭൂമിയിലുള്ള എല്ലാം ഉറപ്പാ. മനുഷ്യൻ നിന്നെ കൈവിട്ടാൽ കാക്ക ഇറങ്ങി വന്ന് ഓ, കരിത്തുത്തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയിൻ വരവു നിന്നിടിലും സറപത്തൊരുക്കി എല്ലാവരും പോറ്റിയ എൻ പ്രിയൻ നിന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ. നോക്കിക്കേ, നമുക്ക് എത്ര കോടി ആസ്തി ഉണ്ടായിരുന്നാലും നമ്മളെ പ്രാണനെ രക്ഷിക്കാൻ തിരുന്നിന് പറ്റത്തില്ല. നമ്മളെ കോടി മുഴുവൻ വിറ്റ് സാധുക്കൾക്ക് സംഭാവന ചെയ്താലും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. കൊടുക്കേണ്ടതല്ല, എല്ലാം കൊടുക്കാൻ പറ്റുന്നതെല്ലാം ചെയ്തു സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകാൻ ഏക വഴി യേശു ക്രിസ്തു. നമ്മുടെ നീതി പ്രവർത്തികൾ കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. പിന്നെ യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കും, എന്നെ ശുദ്ധീകരിക്കും. യേശു നമ്മുടെ വീട്ടിനകത്തുണ്ടോ? വീട് സമാധാനം. മത്തായി 16:26 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന വായിച്ചേ. മത്തായി 16:26. എൻ്റെ അകത്ത് യേശു ഉണ്ടോ? എനിക്ക് സമാധാനമുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. റോമർ 14 വായിക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്നു, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, സമ്പത്തല്ല, ഒന്നുമല്ല. ദൈവരാജ്യം നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. ദൈവരാജ്യം എൻ്റെ അകത്തുണ്ടോ? യേശു ഉണ്ടോ? നമ്മുടെ വീട്ടിനകത്തുണ്ടോ? ഞാൻ പറയാം, ബാക്കിയെല്ലാം പുറഞ്ഞു വരും. എനിക്ക് വേണ്ടുന്നില്ല. ഓ, ആരെന്നെ അന്വേഷിക്കും? അന്വേഷിക്കാൻ യേശു ഉണ്ട്. ആമേ, നിന്നെ അന്വേഷിക്കാം, നിന്നെ കരുതാം, നിന്റെ കൂടെ നടക്കാം, രാത്രി ഇരിക്കാം, പകലിരിക്കാം. നീ പോകുന്നിടത്ത്, നീ വരുന്നിടത്ത്, നീ ഉറങ്ങുമ്പോൾ, നീ എഴുന്നേൽക്കുമ്പോൾ, നീ നടക്കുമ്പോൾ, നീ കിടക്കുമ്പോൾ, എല്ലായിടത്തും നീ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച യേശു നിന്നെ സഹായിക്കും, രക്ഷിക്കും. ആര് തള്ളിയാലും യേശു തള്ളത്തില്ല. ഇതാ യേശു ക്രൂശിൽ കിടക്കുന്നു. ആർക്കൊക്കെ യേശുവിനെ വേണം? ഇന്ന് രാത്രി ഏത് കൊടും പാവിയായാലും, നിങ്ങൾ എന്ത് കൊലക്കുറ്റം ചെയ്താലും ശരി, ഞാൻ പറയാം, ഈ പാപത്തിന് യേശുവിന്റെ മുമ്പിൽ മോചനമുണ്ട്. ഒരിക്കലും ദൈവ മനുഷ്യൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു സ്വത്ര മനുഷ്യന് ആ ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചു കൂടി നിൽക്കുമ്പോൾ ഓടി കടന്നു വന്ന് ഫ്രണ്ടിലോട്ട് പ്രസംഗത്തിനിടെ കടന്നു വന്ന് ഇങ്ങനെ അലറി വിളിച്ചു. എനിക്ക് ഓർമ്മയില്ല. ഓ സ്വത്ര, പാസ്റ്ററേ, നിങ്ങൾ 68 എന്തോ ഒരു വിളി വിളിച്ചു. 68ാമത്തെ ആളാണ്. 68ആണോ ഞാൻ പറഞ്ഞേ? 68ാമത്തെ ഇരയാണ് ഞാൻ നിങ്ങളുടെ തല എടുക്കാൻ. സ്വത്ര 67 പേരെ കൊന്നിട്ട് നിങ്ങളെ ഇന്ന് കൊല്ലാൻ വേണ്ടി വാളുമായിട്ട് ഞാൻ വന്ന്. മറ്റേ ആൾ തന്ന പൈസ എൻ്റെ പോക്കറ്റ് ഇരിക്കുക നിങ്ങളെ കൊല്ലാൻ. നിങ്ങൾ 68ാമത്തെ ആളാ. ഓ, 68 പേരെ കൊല്ല, 67 പേരെ കൊന്ന ഒരു കൊലയാളി ആയിരങ്ങളുടെ നടുവിൽ വചനപ്രസംഗം കേട്ട് പാസ്റ്ററിന്റെ സ്റ്റേജിലേക്ക് ഇടിച്ചു കയറുമ്പോൾ ജനക്കൂട്ടം എല്ലാം കണ്ടു. ഇവൻ അങ്ങനെ 67 കൊന്നു. ആ പാസ്റ്റർ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, 68ാമത്തെ ഇര പാസ്റ്ററാണ്. നീ പാസ്റ്ററെ, നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ 67 കൊന്ന എനിക്ക് എന്റെ പാപത്തെ മോചിപ്പിക്കാൻ പറ്റുമോ? ജനം മുഴുവൻ ഇളകി, പോലീസുകാർ മുഴുവൻ വന്നു. ഈ മനുഷ്യൻ പറഞ്ഞു 67 കൊന്നു. സ്വത്ര. എന്നാൽ പാസ്റ്റർ പറഞ്ഞ് മിണ്ടാതിരിക്കുക, ഞാൻ പ്രാർത്ഥിച്ചു തരാം. എല്ലാ അവസ്ഥയും നിന്നു. 67 ആളിനെ കൊന്ന ആള് മുട്ടുമടക്കി കരഞ്ഞു, യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു. ആ സമയം സ്വർഗത്തിൽ അയാളുടെ പേരെഴുതി. അയാളുടെ ഹൃദയാനം കൊണ്ട് നിറഞ്ഞു, തുള്ളിച്ചാടി ആനന്ദിച്ചു. കാരണം എന്നറിയാമോ? മരിച്ചാലും എവിടെ പോകും?
67 എണ്ണത്തിനെ കൊന്ന ആള് ആ മാനസാന്തരപ്പെട്ട ശേഷം അപ്പം മരിച്ചാൽ എവിടെ പോകും? പറ. സ്വത്തത്തിൽ പോകും. പോലീസുകാരെല്ലാം വന്നു തൂക്കിയെടുത്തു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. പോലീസ് ഒന്ന് തൂക്കിയെടുത്തു, കൊണ്ടുപോയി. സാറേ 67 എണ്ണത്തിൻ്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത്ര വെച്ച് വാങ്ങിയിട്ടാ കൊന്നേ, ഞാൻ പറഞ്ഞുതരാം. അതിലൊരു പോലീസ് പറഞ്ഞു, സാറേ അങ്ങ് വിട്, ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലാത്ത ആളാ, എന്തോ കുഴപ്പം. പോലീസുകാരൻ്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടു, സാറേ ഇല്ല, എൻ്റെ തലയ്ക്കകത്ത് ഒരു കുഴപ്പം വന്നിട്ടില്ല, നോക്ക് കണ്ടോ, പണം കണ്ടോ, ഇത് ഇയാളെ കൊല്ലം വാങ്ങിയ പണമാ. എന്നെ ശിഷ്യര് ഇന്ന അഡ്രസ് ഇന്ന ആളിനെ കൊന്ന ഞാനാ, ഇന്ന അഡ്രസ് ഇന്ന ആളിനെ കൊന്ന ഞാനാ, ഇന്ന അഡ്രസ് ഇന്ന ആളിനെ കൊന്ന ഞാനാ, ഇന്ന അഡ്രസ് ഇന്ന ആളിനെ കൊന്ന ആളെ ഞാനാ. പോലീസ് ഒരേ സ്വരത്തിൽ പറഞ്ഞു. യേശു വെറുതെ വിട്ടൂല്ലേ? ഇയാളെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടതാരാ? ആദ്യം വെറുതെ വിട്ടതാരാ? ആരാ വെറുതെ വിട്ട ആദ്യം? സ്വർഗത്തിൽ ദൈവം പാവം ഏറ്റു പറഞ്ഞപ്പോൾ വെറുതെ വിട്ടു, അവിടെ എല്ലാം മാച്ചു. രണ്ടാമത് പോലീസ് മൊത്തം പറഞ്ഞു, ഇവന് തലയ്ക്ക് എല്ലാം കീറി പേപ്പറൊക്കെ എറിഞ്ഞിട്ട് ഏളാൻ പറഞ്ഞു വിട്ടു. അയാൾ എല്ലാ വീടുകളും ആരെയൊക്കെ കൊന്നോ വീടുകളിലെല്ലാം കയറി ഇറക്കട്ടെ, നിങ്ങളുടെ ഇന്ന ആളിനെ കൊന്ന ഞാനാണ്. ഇയാൾ ചെല്ലുന്ന വീട്ടുകാരെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നോടൊരു വിരോധവും. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായേ? ഹല്ലേലൂയ. ഏത് കൊലയാളിയെ, ഏത് നരഭോജിയെ ക്രിസ്തുവുള്ള മകനാക്കി മാറ്റാൻ, ക്രിസ്തുവിൻ്റെതാക്കി മാറ്റാൻ യേശുവിന് ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രിയ പൈതലെ, തങ്ങൾ വഴിവക്കത്തോ വീട്ടിലോ ദേശത്തോ ഇരുന്ന് കേൾക്കുന്നതായിരിക്കാം. ഞാൻ പറയാം, സ്വത്രം, താങ്കളുടെ ഏത് കടിച്ചുവപ്പായത്തെയും രക്ഷിക്കാൻ യേശു മതിയായവൻ. യേശു ചോദിക്കുന്നു, മൂടാ, നിന്റെ ആത്മാവിനെ ഇന്ന് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് താൻ സമ്പന്നനാകുന്നവന്റെ കാര്യമാണ് ആ കൊടുത്തേ. വീണ്ടും വായിക്കുമ്പോൾ മത്തായി 16:26 വായിച്ചേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ, ഞാൻ നിർത്താൻ പോകയാ, ബാക്കി നാളെ, സർവ്വലോകം നേടിയിട്ടും, സർവ്വലോകം നേടി, എല്ലാം നേടി, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പദവിയുണ്ട്, പണമുണ്ട്, ജ്ഞാനമുണ്ട്, സർട്ടിഫിക്കറ്റിന്റെ കൂമ്പാരമുണ്ട്, ബാങ്ക് ബാലൻസ് ആണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാത്ത ബാങ്കിലിടത്തൊക്കെ എല്ലാം ഉണ്ട്. ബാക്കിയുള്ളത് സ്ലാപ്പിന്റെ അടിയിൽ ഒളിച്ചു വെച്ചിട്ടും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനൊന്നിനും നമ്മളെ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം നമ്മുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും. പക്ഷേ ആത്മാവിനെ രക്ഷിക്കാൻ അവർക്കാക്കും കൂട്ടുകാർ, നല്ല മിടുക്കുകളുമായ കൂട്ടുകാർ നമുക്കുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ ആത്മാവിനെ രക്ഷിക്കാൻ കഴിവുള്ള ആരും ഇല്ല. ഏത് രോഗം വന്നാലും കോടികൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രോഗത്തിന് വേണ്ടി ചികിത്സിക്കാം, അല്ലേ? കടം തീർക്കാം, അല്ലേ? ആൾക്കാരോട് ചോദിച്ചെങ്കിൽ കടം തീർക്കാം. പക്ഷെ പാപത്തിന്റെ കടം തീർക്കാൻ ഒരിടത്ത് പോയാലും പറ്റത്തില്ല. നീ മുഴു ലോകവും വെട്ടിപ്പിടിച്ചാലും, നെയ്യാറ്റിൻകര താലൂക്ക് മുഴുവൻ നമ്മുടേതായാലും, ട്രിവാൻഡ്രം ജില്ല മുഴുവൻ നമ്മുടെ സ്വന്തമായാലും, ഇന്ത്യ മുഴുവൻ എൻ്റെ സ്വന്തമായാലും എനിക്കൊരു പ്രയോജനമില്ല. ഞാൻ മണ്ണാകുമ്പോൾ ഇതെല്ലാം പോയി, അത്രയേ ഉള്ളൂ. ഇവിടെ 80, 90, 100 വയസ്സ്, ഇതിന് ശേഷം മരണമില്ലാത്തൊരു കാലഘട്ടം. ഇവിടെ കൂട്ടിവെച്ചതൊന്നും എന്നെ രക്ഷിക്കത്തില്ല. എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ, യേശു. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, 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 യേശുനാമമല്ലാതെ. ഇപ്പൊ വായിച്ച ബാക്കി ഒന്നുകൂടെ വായിച്ചേ. 16:20. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മളെ കൂട്ടുകാർക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, നമ്മുടെ സമ്പത്തിന് രക്ഷിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ എല്ലാവരും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. എത്ര പഠിപ്പുള്ളവരായിരുന്നാലും നോക്കി നിൽക്കേണ്ടി വരും. പഠിച്ചതോ പ്രാഗൽഭ്യമോ സമ്പത്തോ നമ്മളെ ഓർക്കത്ത് പോലുമില്ല. പക്ഷേ ഇവിടെ വിട്ടു പോകുമ്പോൾ ഈ പാപം കൊണ്ട് നിത്യ നരകത്തിന് പോകാനാണോ നമ്മൾ പോകുന്നത്? അത് ഒരു പൈസ ചെലവില്ല. ആ ക്രൂശിലേക്ക് നോക്കി, സ്വതന്ത്രം, ഹല്ലേലൂയ, ആ ക്രൂശിലേക്ക് നോക്കിയിട്ട്
അപ്പാ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങ് വന്നു എന്ന്, അങ്ങ് ജനിച്ചത് പാപമില്ലാതെയാണെന്ന്, വളർന്നത് പാപമില്ലാതെയാണെന്ന്, മരിച്ചത് പാപിയായ എനിക്ക് വേണ്ടിയാണെന്നും, കർത്താവേ അങ്ങയുടെ രക്തത്തിലൂടെ പാപമോചനമുണ്ടെന്നും ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. ആ ഈ ക്രൂശിലേക്ക് നോക്കിയിട്ട് ഇരു കള്ളന്മാരുടെ നടുവിൽ, നേരത്തെ പാസ്റ്റർ പ്രസംഗിച്ച് കേട്ടു, ഇരു കള്ളന്മാരുടെ നടുവിൽ യേശു കിടക്കുമ്പോൾ അവസാന നിമിഷം ഒരു കള്ളൻ നീ ദൈവം ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് പുച്ഛിച്ചു. ദേശനിവാസികളെ, ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, സഹോദര സഹോദരി, പിതാവേ മാതാവേ, പൈതങ്ങളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളനെ പോലെ യേശുവിനെ തിരസ്കരിച്ച് നരകത്തിൽ പോവാം. എന്നാൽ മറ്റേ കള്ളൻ, എടാ നീ ഞാനും സമ ശിക്ഷാവിധിയില്ല. നമ്മൾ പാപം ചെയ്തു, പാപത്തിന് തക്ക ശിക്ഷ ഏൽക്കുന്നു. ഈ കിടക്കുന്ന യേശു ഉണ്ടല്ലോ, പാപം അറിയാത്തവൻ, പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി. ആ യേശുവിനെ നോക്കടാ. മറ്റവൻ തള്ളിക്കളഞ്ഞ് മരിച്ച് നരകത്തിൽ പോയപ്പോൾ ഇപ്പുറത്തൻ പറഞ്ഞപ്പാ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു എന്നെയും കൂടെ എന്റെ ഭാര്യയ്ക്ക്, എന്റെ ഭർത്താവിന്, എന്റെ മക്കൾക്കോ, എന്നെ പ്രസവിച്ച എന്റെ അമ്മയ്ക്കോ, എന്റെ പ്രിയപ്പെട്ടവർക്ക്, എന്റെ കൂട്ടുകാർക്കോ, എന്റെ സമ്പത്തിനോ, എന്റെ പഠിത്തത്തിനോ, എന്റെ കഴിവിനോ, എന്റെ ആരോഗ്യത്തിനോ, എന്റെ ജ്ഞാനത്തിനോ, എന്റെ പേരിനോ, എന്റെ പ്രശസ്തിക്കോ എന്റെ കൂടെ നിന്ന് ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. ഡാഡി അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ മാറുകില്ല ഞാൻ, അങ്ങേ മറന്ന് പോകുകില്ല ഞാൻ, അങ്ങേ പിരിഞ്ഞ് അങ്ങേ കാലിലും മറ്റൊന്നിനെയും ഞാൻ കാണുന്നില്ല. യേശുനാഥനെ, യേശുമതിയെ എനിക്ക്, എന്റെ അടിമതിയെ എനിക്ക്, പോകുകില്ല ഞാൻ അപ്പനെ മറന്ന്, മാറുകില്ല ഞാൻ യേശുവിൽ നിന്ന്. ആരൊക്കെ ചോദിക്കും, എന്നെ കൂടെ രാജ്യത്ത് പ്രാപിച്ചിട്ടുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ. നമ്മളാണെങ്കിൽ ആ പാവിയുടെ പാപത്തെ കുത്തിക്കീറും. എന്നാൽ യേശു അവനോട്, മോനെ ഇന്ന് 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 നീ എന്നോട് കൂടെ, മക്കളെ ഇന്ന് നീ ഒറ്റയ്ക്ക് പോകുന്നല്ല, എന്റെ കൂടെ ഞാൻ വരുമ്പോഴല്ലോ, ഞാൻ പോകുമ്പോഴല്ലോ നിന്റെ കൈ പിടിച്ചാണ് ഞാൻ സ്വർഗത്തിൽ പോകുന്നത്. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. മനസ്സാതാവേ, ശബ്ദം കേൾക്കുന്ന പൈതലെ, ദേശനിവാസികളെ, മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ഇതിനൊന്നിനും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. രക്ഷിക്കാൻ കഴിയുന്നത് മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ഒരേ ഒരു നാമം ആ യേശുവിന്റെ നാമം. ആ യേശുവിന്റെ രക്ഷകന്റെ കർത്താവായി സ്വീകരിക്കാമോ? പാപത്തെ ഏറ്റു പറയാമോ? ആ ക്രൂശിലേക്ക് നോക്കാമോ? എന്നെ കൂടെ രക്ഷിക്കണമെന്ന് പറയാമോ? എന്റെ പേരും കൂടെ എഴുതണമെന്ന് പറയാമോ?